കഴിക്കുന്ന ഫുഡ് ഹലാലാണെന്ന് കൺഫേം ചെയ്തു വെക്കണം. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു വളരെ പ്രാധാന്യത്തോട് പറയുന്ന ഒരു പോയിന്റാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡും മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഫുഡും ഹലാലാണെന്ന് ഉറപ്പിക്കണം. അത് മാംസാണെങ്കിലും നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും ഏതാണെങ്കിലും ഹലാലായ സമ്പാദ്യത്തിലൂടെ ഹലാലായ മാർഗത്തിലൂടെ ആയിരിക്കണം നമ്മുടെ ഭക്ഷണം ഉണ്ടാവേണ്ടത്. ഉദാഹരണം പറഞ്ഞാല് ആരെയും പറ്റിച്ചിട്ടുള്ള സമ്പാദ്യം ആവരുത് നമ്മുടേത്. ബറക്കത്ത് കുറവുള്ള ഒരു പണവും നമ്മുടെ കയ്യിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഖഹ്മസ് ബിനുൽ ഹസൻ അത്തൈമി റഹ്മഹുല്ലാഹ് ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ മഹാന്റെ ഒരു ദിർഹം താഴെ വീണുപോയി, അല്ലെങ്കിൽ ദീനാർ. കുറെ നേരം പരിചയപ്പോ കിട്ടണില്ല. സിയറു അലാമിൻ നുബലായിലുണ്ട് ചരിത്രം. അവസാനം അവിടെ കാണുന്നുണ്ട്. മഹാനവർകൾ അത് എടുക്കാൻ വേണ്ടി കുന്നു. പിന്നെ ചിന്തിച്ചു, ഇതൊരു പൊതുവഴിയല്ലേ, എന്റേതല്ലെങ്കിലോ. കാരണം ഇതൊരു വഴിയാണ്, എന്റേതാവാനാണ് 98% ഇതിന്റെ സാധ്യത തന്നെയാണ്. പക്ഷെ എന്റേതല്ലെങ്കിലോ, എന്റേതാണ് എന്ന് കരുതിയിട്ട് ഞാൻ ഇതെടുത്തിട്ട് മറിച്ചാണെങ്കിൽ അതൊരു പ്രശ്നമാണല്ലോ. എന്നിട്ട് അത് എടുക്കാതെ പോയത്ര. ഈ പേന ആരുടേതും അല്ലല്ലോ, അല്ല എന്നാ എന്റെ തന്നെ. ഓ ഭയങ്കരാണല്ലോ. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത്. ആ പേന നമ്മുടേതല്ലെങ്കിൽ ആ പേന കൊണ്ട് എഴുതുന്ന ഇൽമിന് ബർക്കത്തുണ്ടാവും. നൂറുൽ ഉലമ MA ഉസ്താദ് ആർട്സ് കോളേജിന്റെ വിഷയം യതീംഖാനന്റെ പേന കൊണ്ട് എഴുതാതെ സൂക്ഷ്മത പാലിച്ച ആളാ. അതുകൊണ്ടല്ലേ ഇപ്പോഴും ഉസ്താദ് ലൈവില് ജീവിക്കുന്നത്. എല്ലാ കാലത്തും MA ഉസ്താദിന് ദുആ കേരളത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നും നമ്മുടെ SJMന്റെ മദ്രസയിൽ നിന്നും ICFന്റെ സംവിധാനങ്ങളുള്ള മദ്രസയിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്തുകൊണ്ടായിരിക്കും? ജീവിതത്തിന്റെ വിശുദ്ധി തന്നെയല്ലേ കാരണം. സാമ്പത്തിക വിഷയത്തിൽ നമ്മൾ വലിയ സൂക്ഷ്മത ഉള്ളവരായിരിക്കണം. ബർക്കത്ത് കുറഞ്ഞ ഒരു പണവും നമ്മുടെ ജീവിതത്തിലേക്ക് വരരുത്. ആ പണം കൊണ്ട് നമുക്ക് ആഖിറത്തിൽ ഉപകാരം ഉണ്ടാവില്ല. അതാ പ്രശ്നം. ദുനിയാവിൽ ചിലപ്പോ കുറെ കല്യാണവും വീട് വലുതാക്കലും വണ്ടി വാങ്ങലൊക്കെ ഉണ്ടാവും. പക്ഷെ ആഖിറത്തിൽ ഒരു ഉപകാരവും ആ പണം കൊണ്ടുണ്ടാവില്ലെന്ന് ഇബ്നുൽ ഹാജ് തങ്ങളെ ഉദ്ധരിച്ച് യൂസഫ് നബ്ഹാനി തങ്ങളുടെ ദലീലു തുജാർ എന്ന കിതാബിൽ നമുക്ക് വായിക്കാൻ പറ്റും. ആ പണം കൊണ്ട് ആഖിറത്തിൽ ഉപകാരം ഉണ്ടാവില്ല. അതിന് തന്നെയാണ് ബർക്കത്തില്ലാത്ത പണം എന്ന് പറയുന്നത്. ബർക്കത്തുണ്ടാവില്ല. ആ പണം പൂർണ്ണമായി ഹലാലാവണം. ഉടനെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന മുലപ്പാലാണ് ആദ്യം ഹലാലാവേണ്ടത്. അപ്പൊ നമ്മൾ ഭാര്യക്ക് കൊടുക്കുന്ന നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും ഏത് മീൽസ് ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഹലാലായ സമ്പാദ്യത്തിലൂടെ ആയിരിക്കണം. എന്നാലേ അവരുടെ ശരീരത്തിലുള്ള പാല് ഹലാലാവുള്ളൂ. കണ്ടോ? ആ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഹാരിസുൽ മുഹാസബി റളിയല്ലാഹു അൻഹു വലിയ സൂക്ഷ്മതയുള്ള ആളാ. അതുകൊണ്ട് തന്നെ മഹാനവർകൾ ചില സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിക്കൂല. എന്തുകൊണ്ട്? മഹാൻ ഒരു ഡൗട്ടാവും, ഇത് ഹലാലല്ല റബ്ബേ എന്ന്. അതുകൊണ്ട് കഴിക്കൂല. അങ്ങനെ സൂക്ഷ്മത പുലർത്തിയപ്പോ അള്ളാഹുലേക്ക് ഒരു ചാൺ അടുത്തപ്പോ അള്ളാഹു ഒരു മുഴം ഇങ്ങോട്ടെടുത്തു എന്ന് പറഞ്ഞാ മഹാനവറുകൾ ഇതാ മദ്ദയദഹു ഇല ത്വആം, ഭക്ഷണത്തിലേക്ക് കൈ നീട്ടിയാൽ ഭക്ഷണത്തിൽ വല്ല ഹറാമോ ശുബ്ഹത്തോ ഉണ്ടെങ്കിൽ മഹാന്റെ വിരലിന് വിയർപ്പ് കൊടുക്കും അള്ളാഹു. റെഡ് സിഗ്നൽ കത്തും നടത്തും. പിന്നെ കഴിക്കൂല, പോകും. കുറച്ചു കാലം ഈ സൂക്ഷ്മ നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് അള്ളാഹു വലിയ ബർക്കത്ത് തരും. നിസ്കാരം കഴിഞ്ഞ ഉടനെ വളരെ വേഗത്തിൽ പോകുന്ന അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചല്ലോ, മോനെന്താ വേഗം പോകുന്നു, ദുആ ദിക്ർ ഒന്നുമില്ലാതെ എവിടെ പോണത്? അപ്പോഴാ എന്റെ വീടിനപ്പുറത്തുള്ള അയൽവാസിയുടെ ഈന്തപ്പന മരം എന്റെ വീട്ടിലേക്ക് ചെരിഞ്ഞിട്ടുള്ളത്. കാറ്റടിക്കുമ്പോ പഴുത്ത് ഈത്തപ്പഴമൊക്കെ അതിൽ നിന്ന് എന്റെ പറമ്പത്താ വീഴുക. എന്റെ മക്കളത് തിന്നുപോകുമോ എന്ന് പേടിച്ച് രാവിലെ തന്നെ അത് പൊറുക്കിയെടുത്ത് അപ്പുറത്തെ പറമ്പിലേക്ക് എറിയാൻ വേണ്ടി പോവുകയാണ്. ശരിക്ക്
നിസ്കാര ശേഷമുള്ള ദിക്ർ ദുആ എന്ന് പറഞ്ഞ ഉറപ്പ് ഇജാബത്തുള്ള ദുആ അല്ലേ? അയ്യുദ്ദുആ അസ്മഉ ജൗഫുൽ ലൈൽ വദബറുൽ സലവാത്ത്. നിസ്കാര ശേഷമുള്ള ദുആ എന്ന് പറഞ്ഞ ഉറപ്പ് സ്വീകരിക്കുന്ന പ്രതീക്ഷയുള്ള, അല്ലെങ്കിൽ ഇജാബത്തിന് പ്രതീക്ഷയുള്ള ഒരു ദുആ അല്ലേ? അതെ. ആ ദുആക്ക് ഇരിക്കാണ്ട് എങ്ങനെ ഈ സ്വഹാബി പോണത്? ദുആ സ്വീകരിക്കണമെങ്കിൽ ആദ്യം ഫുഡ് ഹലാലാണ്. മൽബസുഹു ഹറാമുൻ വ മത്അബുഹു ഹറാമുൻ. കഴിക്കുന്ന ഫുഡ് ഹറാമ്, അല്ലെങ്കിൽ ധരിക്കുന്ന ഡ്രസ്സ് ഹറാമ്, കുടിക്കുന്ന വെള്ളം ഹറാമ്. എന്നിട്ട് ഹജ്ജിന് പോയിട്ട് കാബന്റെ അടുത്ത് യാ റബ്ബ് യാ റബ്ബ് എന്ന് ദ്വാരന്നിട്ട് കാര്യമുണ്ടോ? ഫഅന്നാ യുസ്തജാബു. അവർക്ക് എന്ത് ദുആയിന് ഉത്തരം കിട്ടാനാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നമ്മളെ കഴിക്കുന്ന ഫുഡ് ഹലാലാണ്, അല്ലെങ്കിൽ ദുആയിന് ഉത്തരം കിട്ടൂല. നമ്മൾ ആദ്യം പഠിച്ചത് ദുആ ആണ്. ഈ ദുആയിനൊക്കെ ഫലം ഉണ്ടാവണമെങ്കിൽ നമ്മളെ വയറ്റിന്റെ ഉള്ളിലേക്ക് കിടക്കുന്ന ഫുഡ് ഹലാലാണെന്ന് ഉറപ്പിക്കണം. എല്ലായിടത്തുനിന്നും ഫുഡ് കഴിക്കരുത്. ചെറുപ്പക്കാരോട് കൂടിയാണ് പറയണത്. സീനിയേഴ്സ് ഫുഡ് കഴിച്ചിട്ട് ജൂനിയേഴ്സിനെ കൊണ്ട് ബില്ലടപ്പിക്കുന്ന പരിപാടി, റാഗിങ്ങിന്റെ പുതിയ എപ്പിസോഡ്, പിടിച്ചുപറിയായ സ്വത്താണത്, പച്ച ഹറാം. ഹലാലല്ലാത്ത ഫുഡ് നമ്മൾ വയറ്റിലെത്തുമ്പോൾ 30 കൊല്ലക്കാലം അതിന്റെ ദുരന്തം നമ്മുടെ ഇബാദത്തിൽ അനുഭവിക്കും. 30 കൊല്ലക്കാലം അതിന്റെ ദുരന്തം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കും. ഒരു പിടി ഫുഡ് ഹലാലല്ലാത്ത നമ്മൾ കഴിച്ചെന്ന് വിചാരിച്ചോ, എന്നാൽ നമുക്ക് ആദ്യം വരുന്ന രോഗം എന്താണെന്ന് അറിയാം. ഒന്ന്, നമുക്ക് ഇബാദത്തിന്റെ രസം ഉണ്ടാവില്ല. 2, തെറ്റ് ചെയ്യാൻ പേടിയുണ്ടാവില്ല. 3, മനുഷ്യന്മാരെ കുറിച്ച് മോശം വിചാരം മാത്രമേ നമുക്ക്. ആരെ കണ്ടാലും ജഡ്ജ്മെന്റ് പരിപാടിയായിരിക്കും. നമ്മൾ അയാൾ ശരിയില്ല, അയാളെ എനിക്ക് കണ്ടുകൂടാ, അയാൾ ഉസ്താദ്മാരുടെ മുമ്പിൽ വലിയ ആളാകുന്ന ആളാണ്, ഇങ്ങനെ നമ്മൾ നല്ല ആളും ബാക്കിയുള്ള ആളും മോശാളും എന്നൊരു ധാരണ വരും. എങ്ങനെ? ഹലാലല്ലാത്ത ഫുഡ് വയറ്റിലെത്തിയാൽ. തതഹുറുൽ ജിസ്മി വൽ ഫുആദ് മിൻ സൂഇൽ അൻനി ബി അഹദി മിനൽ ഇബാദ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു അക്കാര്യം എഴുതി വെക്കുന്നുണ്ട്. ബക്കറ്റ് പിരിവ് നടക്കുന്നുണ്ട്. നമുക്ക് കഴിയുന്ന നല്ല സംഭാവന അതിൽ നൽകണം. നല്ല നിയ്യത്തോടെ സ്വതക്ക നൽകിയാൽ അതിന് ഫലം ഉള്ളതായി ഒരുപാട് കിതാബുകളിൽ, ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഈമാനോടെ മരിച്ചു കിട്ടാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്തുണ്ടാവാൻ, അങ്ങനെ ഉഖറവിയായ ചിന്തയും ദുന്യവിയായ ചിന്തയും, ഏത് ചിന്തയും സ്വതക്ക കൊണ്ട് ഫലം കാണും. അള്ളാഹു നമുക്ക് ഒരുപാട് ഖൈർ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, എനിക്കൊരു റിക്വസ്റ്റ്. എന്റെ ദുആയിന് ഉത്തരം കിട്ടണം, അതിനെന്താ വഴി? തങ്ങൾ അതിനെന്താ ഉത്തരം കൊടുത്തെന്നറിയാം. അതിബ് മത്അമക തകുൻ മുസ്തജാബ ദഅവ. മോനെ, കഴിക്കുന്ന ഫുഡ് ഹലാലാവണം, എങ്കിൽ തകുൻ മുസ്തജാബ ദഅവ, മോനെ ദുആയിന് ഉത്തരമുള്ള ആളാവും. അതാ നമുക്ക് വേണ്ടത്. ബർക്കത്തില്ലാത്തത് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ പിടിച്ചു പറിച്ച സ്വത്തൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവരുത്. പിടിച്ചു പറയുന്നത് ഇങ്ങനെ തന്നെ പിടിച്ചു പറിക്കലൊന്നും ഇപ്പോഴത്തെ കാലത്ത് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാലും അയാൾക്ക് കൊടുക്കണ്ടേ, കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ, ഈ വിചാരത്തിലൊന്നും ഒരു സ്വത്തും നമ്മൾ വസൂലാക്കരുത്. ആർത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. 50 ദിർഹം കയ്യിലുണ്ടെങ്കിൽ തന്നെ ആരോടൊന്നും ചോദിക്കരുത് എന്ന് ഫതാവൽ അജുലൂനി ഹദീസ് ഉദ്ധരിച്ച് പറയുന്നുണ്ട്. ആരടുത്തൊന്നും ചോദിക്കരുത്. നമ്മുടെ കയ്യിൽ സ്വത്തുണ്ടായിരിക്കെ, കഴിവുണ്ടായിരിക്കെ ബാക്കിയുള്ളവരോട് യാചന നടത്തിയിട്ട് വീടെടുത്താൽ ആ വീടിന് എന്തൊരു ബർക്കത്താ ഉണ്ടാവുക. നമ്മളെ കുറിച്ച് തന്നെ ആലോചിച്ച് നോക്ക്. ഒരു ആചാരോ, ഒരു പുതിയാപ്പിളയോ, ഒരു ജ്യേഷ്ഠനോ, ഒരു മുതലാളിയോ വണ്ടീന്റെ അപ്പുറത്തെ സീറ്റിൽ ഇരിക്കുന്നു. അപ്പൊ അയാൾ കേൾക്കത്തക്ക വിധത്തിൽ നമ്മൾ പറയാം, പിള്ളേർക്കൊക്കെ പറ്റിയ നല്ല ഡ്രസ്സ് അല്ലേ, ക്യാഷാന്ന് എടുത്തിട്ടുമില്ല, പെരുന്നാളാവാന്ന് ആവാനുമായി. ഇലാഹലർത്തി ആജിക്കാതെ അമീർ അങ്ങോട്ടേക്കാ മടങ്ങണത്. എങ്ങനെയാ ആ ഡ്രസ്സിന് ബർക്കത്തുണ്ടാവുക? എങ്ങനെയാ നമ്മളെ പിള്ളേർ ബർക്കത്തുള്ള മക്കളായി മാറുക? കഴിവില്ലെങ്കിൽ അജ്ജിന് പോണ്ടാന്നല്ലാണ്ട് പിന്നെന്തിനാ ആരടുത്തെന്നൊക്കെ പിരിവണത്തിന്റെ അജ്ജിനോ ഇസ്ലാം പറഞ്ഞു? ഇല്ലല്ലോ, പറഞ്ഞു. അങ്ങനെ അബൂ ഇസ്ഹാഖ് ഷിറാസി റളിയല്ലാഹുവിന്റെ കിതാബല്ലേ കിതാബുൽ മുഹദ്ദബ്, അതിലില്ലാത്ത മസലുണ്ടോ? അതിന്റെ വിശദീകരണല്ലേ ലോകം കണ്ട ഏറ്റവും വലിയ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ ഒന്നായ ശർഹ് മുഹദ്ദബ്.
ആ മുഹദ്ദബിന്റെ മുസന്നിഫ് ഹജ്ജിന് പോയിട്ടില്ല. എന്ത് മനിസ്തത്തായിലേഹി സബീല, സ്വന്തം പണമില്ല, അതന്നെ അതിന്റെ കാരണം. ആയിരക്കണക്കിന് ശിഷ്യന്മാര് കൺപോളന്റെ മേലെ ഇരുത്തിയിട്ട് വേണമെങ്കിൽ ഹജ്ജിന് കൊണ്ടുപോകുമെന്ന് ഉമറുൽ ബുൽഖൈനി തങ്ങളുടെ തദ്കിറയിലുണ്ട്. അങ്ങനെ എനിക്ക് ഹജ്ജിന് പോകേണ്ട ആവശ്യമില്ല എന്നാ ഓരോ നിലപാട്. ഹജ്ജ് ചെയ്യാത്ത എത്ര മഹാന്മാരുണ്ട്. കഴിവുണ്ടെങ്കിൽ ഹജ്ജിന് പോകണോ, എത്ര തന്നെ. വേറെന്ത് കഴിവില്ലെങ്കിൽ അങ്ങനെ കൊല്ല അജ്മീർ പോക്ക് നിർബന്ധമൊന്നുമില്ല. സിയാറത്തും മക്കളെ ആക്കലൊക്കെ ട്രെൻഡായ കാലത്ത് ട്രെൻഡിന്റെ ഒന്നിച്ച് യാത്ര ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കിപ്പോ എന്ത് ചെയ്യലാണോ ഹൈർ, അള്ളാഹ് ഞാൻ എന്ത് ചെയ്യലാണോ ഇഷ്ടം, അത് ചെയ്യാന്നല്ലാണ്ട് നമുക്ക് തോന്നുന്ന എന്തേലും ചെയ്താൽ ഹൈറൊന്നും ആവില്ല. കുടുംബം നോക്കണ്ട ഒരാള് ഭാര്യനെയും മക്കളെയും മര്യാദയ്ക്ക് നോക്കാതെ അജ്മീർ, നാഗൂർ, മുത്തുപ്പെട്ട സിയാറത്തിന് പോയാൽ അയാളെ വെറുതെ വിടും അല്ലാഹു? അമ്മൽ മോയിലു ഫലാ യജൂസു ഖുഊദുഹു അൻ മക്സബിൻ ലിഇയാലിഹി മുതവക്കിലാന്നല്ലേ. കുടുംബനാഥൻ കുടുംബം മര്യാദയ്ക്ക് നോക്കലല്ലാണ്ട് സിയാറത്താണോ അയാളുടെ മെയിൻ പരിപാടി ആവേണ്ടത്? അല്ല. പൂച്ചനെ കെട്ടിയിട്ട പെണ്ണെന്നെ നരകത്തിൽ പോയിന്, എന്നിട്ടല്ലേ ഭാര്യനെ കയറില്ലാത്ത കെട്ടിയിട്ടിട്ട് പിന്നെ നരകത്തിലല്ലാണ്ട് എവിടെ പോകേണ്ടത്? പിന്നെ അപ്പൊ നമുക്ക് തോന്നുന്ന എന്തേലും ചെയ്തു കൂട്ടിയാൽ നമ്മൾ നല്ല ആളാവുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആൻ ഇന്ന അൽകഫിൽ നമ്മൾ ഓതിയല്ലേ അല്ലേ? നമുക്ക് തോന്നുന്ന എന്തേലും ചെയ്തു കൂട്ടാനൊന്നും പറ്റില്ല. അവനവനോട് ഇസ്ലാം എന്താ പറഞ്ഞത് അത് അയാൾ ചെയ്യണം. അതുറപ്പല്ലേ? ഞാൻ കച്ചവടമെല്ലാം നിർത്തിയിട്ട് ഉസ്താദിനെ പോലെ കിതാബ് ഓതി ഇനി കുറച്ച് റിയാദ് സാലീനും തഫ്സീർ ജലാലിനെല്ലാം ഓതട്ടെ, അങ്ങനെയാണോ വ്യാപാരികൾ ചിന്തിക്കേണ്ടത്? അങ്ങനെ ഏതെങ്കിലും ഒരു ആത്മീയ പ്രഭാഷണം കേട്ടിട്ട് അങ്ങനെ കച്ചവടക്കാരെല്ലാം തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ ലോകം ഇവിടെ നിലനിൽക്കോ? എല്ലാരും പാടെ കിതാബ് ഓതാൻ വന്നാല് നിലനിൽക്കോ? അങ്ങനെ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും കച്ചവടം ചെയ്യുന്ന വ്യാപാരികളായ മുഹാജിറുകളോട് നിർത്തണം, നിങ്ങൾ അഹ്ലു സുഫയിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് പറഞ്ഞത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. അങ്ങനെ കച്ചവടക്കാര് ചിന്തിക്കാൻ പറ്റുമോ? ഏറ്റവും വലിയ സൂഫിയും ഫഖീഹുമായ മുതബറക ബിഹിയായ മഹാനല്ലേ അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു അൻഹു തന്റെ ഹാദിൽ ഹായിരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ ഈ ചർച്ച കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമുക്ക് തോന്നുന്ന എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തു കൂട്ടാനൊന്നും പാടില്ല. ഒരു മുത്തഅല്ലിം എന്താ ചെയ്യേണ്ടത്? അയാള് നല്ലോണം പഠിക്കണം. അയാള് നല്ല പഠിക്കണം. കിട്ടുന്ന ദിവസങ്ങളിൽ മുഴുവൻ ഏടെങ്കിലും സിയാറത്തിനും പോയി ഒരൊറ്റ കിതാബും നോക്കൂല, ഒരൊറ്റ ഷറവും നോക്കൂല, എന്നിട്ട് ഈ മഹാന്റെ വർക്കത്തുകൊണ്ട് എനിക്ക് ഇൽമു കിട്ടുമെന്ന് ചിന്തിക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ചും കിതാബിൽ ചർച്ചയുണ്ട്. ആ ചിന്ത വരെ അയാൾ ഒരു ചതിയിൽപ്പെട്ടു എന്നുള്ളതിന്റെ അടയാളമായിട്ട് ആ കിതാബ് പറയുന്ന സംസാരം തന്നെ. അല്ലാമ ബാഷൻ തങ്ങൾ അഥവാ ബുഷറൽ കരീമിന്റെ മുസന്നിഫ് അത് നന്നായി വിശദീകരിച്ചു തരുന്നുണ്ട്. ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന ആയത്തിന്റെ തഫ്സീർ ഇബ്നു അജീബ നോക്കിയാലും ഇതിന്റെ ഉത്തരം കിട്ടും. അപ്പൊ പറയാൻ ശ്രമിച്ച ഒരാശയം, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ സമ്പാദ്യം ഹലാലായിരിക്കണം. ആരുടെയും മനസ്സ് വെറുപ്പിച്ചിട്ടുള്ള ശമ്പളം, ആരുടെയും മനസ്സ് വെറുപ്പിച്ചിട്ടുള്ള സംഭാവന, ഈ പരിപാടിക്കൊന്നും നമ്മൾ നിൽക്കരുത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ആ പണം കൊണ്ട് എന്ത് ചെയ്താലും അതിലൊന്നും ഒരു ബർക്കത്തുണ്ടാവില്ല. ഇനി നമ്മൾ സമ്പാദ്യം മാത്രല്ല കേട്ടോ, നമ്മൾ സമ്പാദ്യം സ്പെൻഡ് ചെയ്യുന്ന ചെലവഴിക്കുന്ന മേഖലയും ഫിഖ്ഹിന്റെ റൂട്ടിൽ തന്നെ ആയിരിക്കണം. സ്വന്തം വീട്ടിലും കുടുംബത്തിലും അയൽവാസികളിലും തന്നെ കുറെ സക്കാത്തിന് അവകാശികളും പാവപ്പെട്ടവരും ഉണ്ട്. എന്നിട്ട് പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇഫ്താർ കൊടുക്കാനോ പള്ളിക്ക് സംഭാവന കൊടുക്കാനോ നിൽക്കുന്ന തന്നെ ഒരു സൂക്കടാണ് ശരിക്കും പറഞ്ഞാല്. സ്വന്തം മൂത്തമ്മ കഷ്ടപ്പെടുന്നുണ്ട്, മൂത്തമ്മാന്റെ മോളെ കല്യാണം രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നുണ്ട്, എന്നാൽ അയാൾ ഭയങ്കര സംഭാവന ലോകം മുഴുവനും. അതൊക്കെ ഒരു സുഖക്കുറവിന്റെ ഭാഗമായിട്ട് റിയാഇന്റെ അംശമായിട്ട് വരുന്നതാണെന്ന് ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞൊരു ഡ്യൂട്ടി ഉണ്ട്, അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. സൂഫിയാക്കടെ സ്വഭാവമുണ്ട്. എന്ത്? ആരെങ്കിലൊക്കെ ഹദിയ ഉണ്ടോന്നോ, നിങ്ങൾ സുലൈമാൻ ഉസ്താദിന്റെ അടുത്തേക്ക് ഹദിയ ഉണ്ടോന്നവരെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കിയാൽ മതി. ഈയിടെ എന്നോട് ഒരു അഹ്സനിയായ ഉസ്താദ് പറഞ്ഞു, സുലൈമാൻ ഉസ്താദിന്റെ അടുത്ത് ഒരാള് ഒരു സംഭാവന കൊടുത്തത്രേ, ഹദിയ കൊടുത്തത്രേ. ആ കൊടുക്കുന്ന സമയത്ത് റഈസുൽ ഉലമ ശൈഖുന സുലൈമാൻ ഉസ്താദിനോട് ആ കൊടുത്ത ആള് പറഞ്ഞത്രേ, ഉസ്താദേ ദ്വാരക്കണം, കുറെ കടമുണ്ട്. അപ്പൊ സുലൈമാൻ ഉസ്താദ് തിരിച്ചെന്താ പറയുന്നറിയോ? മോനെ, കടം വീട്ടുക എന്നുള്ളത് നിനക്ക് ഫർള് ഐനായ കാര്യമാണ്.
ജാമിയ ഇഹ്യാ സുന്നക്ക് സംഭാവന നൽകുക എന്നുള്ളത് നിന്റെ മേൽ കൂടിപ്പോയാ വരിക സുന്നത്തായ കാര്യമാണ്. ഇപ്പൊ സുന്നത്തായ കാര്യമായിട്ടാ വരിക, അല്ലേ? അതെ. അതുകൊണ്ട് ഫർള് അതിനെ ഒഴിവാക്കിയിട്ട് സുന്നത്തായ പണം ഇവിടെ വേണ്ട മോനെ എന്നിട്ട് തിരിച്ചു കൊടുത്തത്രേ. അല്ല ആലിം, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ആ തണൽ ഒരുപാട് കാലം അനുഭവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇപ്പൊ പറഞ്ഞു വരുന്ന ഒരു ആശയം എന്ന് പറയുന്നത്, നമ്മളെ പണം മുഴുവനും ഹലാലായിരിക്കണം. കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണ എല്ലാം ഹലാലായിരിക്കണം. ഹറാമായ സമ്പാദ്യത്തിൽ വളർന്നാൽ കുട്ടികളെ നന്നാക്കി കിട്ടാൻ പിന്നീട് നമ്മൾ പ്രയാസപ്പെടും. പഴയ കാല ഭാര്യമാര് ഭർത്താവിനോട് ജോലിക്ക് പോകുമ്പോ പറയത്രേ, ഭർത്താക്കന്മാര് ജോലിക്ക് പോകുമ്പോ, നിങ്ങള് സമ്പാദിക്കാനല്ലേ പോണത്, ഹലാലെന്നെ സമ്പാദിക്കണേ. വൈകുന്നേരം നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ സമ്പാദിക്കാനല്ലേ പോണത്. അഥവാ വെറും കൈയോടെ വന്നിട്ട് ഇന്ന് പട്ടിണിയായാലും കുഴപ്പമില്ല, നമ്മളെ കൊണ്ട് നരകം തീറ്റിക്കല്ലേ ദയവ് ചെയ്തിട്ട്. കണ്ടോ, 5 പൈസ ഹലാലല്ലാത്തത് ഉണ്ടാവരുത്. 5 പൈസ ഉണ്ടാവരുത്. 5 പൈസ ഉണ്ടാവരുത്. ഗസാലി ഇമാം റഹിമഹുല്ലാഹനെ രൂപപ്പെടുത്തിയ ഉസ്താദാണ് ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു. ഇമാം ഹറമൈനി റളിയല്ലാഹു സംവാദം നടത്തുമ്പോ പെട്ടെന്നൊരു വാക്കിൽ ഇടർച്ച വന്ന പോലെ ശിഷ്യന്മാരൊക്കെ നെട്ടി. വളരെ ഫ്ലുവന്റ് ആയ ഭാഷയിൽ എതിരാളികളുടെ വാദങ്ങളുടെ മുനയൊടിക്കുന്ന സംസാരശേഷിയുള്ള നമ്മുടെ ഉസ്താദിനെന്താ വാക്കിലൊരു ഇടർച്ച എന്നൊരു ആശങ്ക വന്ന് ശിഷ്യന്മാർക്ക്. ആ ആശങ്കയെ അസ്ഥാനത്താക്കിയിട്ട് പിന്നീട് സംവാദത്തിൽ മഹാൻ ജയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശരി. ആ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹുവിനോട് ശിഷ്യന്മാര് സംവാദം കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, ഹുസൈൻ എന്തേ സംസാരത്തിൽ ഒരു ഇടർച്ച വന്നുപോയത്? അതെ, എന്റെ കുഞ്ഞിളം കാലത്ത് എന്റെ ഉപ്പക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഇമാമുൽ ജുവൈനി റഹിമഹുല്ലാഹ് ഉപ്പ എന്റെ വൈഫിനോട് അഥവാ എന്റെ ഉമ്മാനോട്, ഈ അല്ലാത്ത ഒരാള് എന്റെ മോനിക്ക് പാല് കൊടുക്കരുത്. അന്നൊക്കെ പണക്കാരായ പ്രധാനപ്പെട്ട കുടുംബത്തിലുള്ള ആൾക്കാർക്കൊക്കെ പാല് കൊടുത്ത് വേതനം കണ്ടെത്തുന്ന, ഈറ്റിന് നിൽക്കുന്ന, പ്രസവ ശുശ്രൂഷക്ക് നിൽക്കുന്ന പെണ്ണുങ്ങളെ പോലെ അന്നൊരു കൾച്ചർ, ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ആരെയും ഇവിടെ പണിക്ക് നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല, ബട്ട് പാല് കൊടുക്കരുത്. പാല് നീ എന്നെ കൊടുക്കണം. ബിക്കോസ് നിന്റെ മുലപ്പാല് ഹലാലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ സമ്പാദിച്ച പണമാണ് നീ കഴിക്കുന്നത്. ആ ഫുഡിന്റെ ഫലമാണ് പാല് വരിക. സോ നീ അല്ലാത്ത ഒരാളും പാല് കൊടുക്കണം. അങ്ങനെ തന്നെ എന്റെ ഉപ്പയും സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു ദിവസം, പണ്ടുള്ള കാലം ഉമ്മ പറഞ്ഞു കൊടുത്ത കഥ പറയാ. ഒരു ദിവസം എന്റെ ഉമ്മ വീട്ടുമുറ്റത്തോ മറ്റോ ആയ സമയത്ത് കുഞ്ഞിളം കാലത്ത് ഞാൻ കരയാത്ര. അപ്പൊ അടിമ സ്ത്രീ, വീട്ടുജോലിക്ക് വന്ന അടിമ സ്ത്രീ ഓടി വന്ന് അവരുടെ മാറിടത്തിലേക്ക് ചേർത്ത് വെച്ച് എനിക്ക് പാല് തരുന്നതാണ് ഉപ്പ വരുമ്പോ കാണുന്നത്. കാലുമേലെയും തല താഴെയാക്കിയിട്ട് വായില് വിരലിട്ടിട്ട് ഛർദിപ്പിച്ചു. പാലല്ലേ, ഒരു കട്ടല്ലല്ലോ, വെള്ളല്ലേ, എത്ര ഛർദിച്ചാല് അതിന്റെ ഒരു നനവെണ്ണാക്കിലൊക്കെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നുണ്ടാവുമല്ലോ. അതിന്റെ പ്രശ്നം ഈ സംസാരത്തിൽ ഇപ്പം എന്നൊരു കക്ക് വീണത് കണ്ടോ. അപ്പൊ നമ്മൾ മുതലാളിനെ പറ്റിച്ചിട്ട് ദുബായിന്നോ അബുദാബിന്നോ റാസൽ ഖൈമേന്നോ 2 ദിർഹം വാങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് കൊടുത്തയച്ചാലേ മക്കള് കേടുവരും. കാര്യമായിട്ട് നമ്മ ഫ്ലൈറ്റ് കയറി തന്നെ മക്കളൊക്കെ ഒന്ന് നന്നായി കാണാനാണ്. ഒരു മനുഷ്യനെയും പറ്റിക്കരുത്. സൂഫി ഭാഷയൊക്കെ നമ്മൾ കിതാബെന്ന് വായിച്ചാൽ ശരിക്കും നമ്മൾ പേടിച്ചു പോകും. നമുക്കില്ലാത്ത കഴിവ് അഭിനയിച്ചിട്ട് ആരുടെ അടുത്തൊന്നും പണം വസൂലാക്കരുത് എന്നുണ്ടല്ലോ ഒരു മസല. ഉദാഹരണത്തിന് മെഡിക്കൽ സയൻസ് അറിയില്ല ഒരാൾക്ക്, അയാള് വെറുതെ ഡോക്ടറേറ്റ് നേടിയ ഒരു മട്ടത്തിലാണ് ഉള്ളത്, ഡോക്ടറായ മട്ടത്തിലാണ് ഉള്ളത്. MBBS MD ഒന്നും അയാൾ പഠിച്ചിട്ടില്ല. അയാൾ വെറുതെ ഒരു ക്ലിനിക്ക് തുടങ്ങി, സ്റ്റെതസ്കോപ്പ് കഴുത്തിലോട്ട്, ഓവർകോട്ട് ഡ്രസ്സിന്റെ മേലെയോട്ട്, ചികിത്സയെല്ലാം കഴിഞ്ഞ് കാലം കഴിഞ്ഞിട്ടാണ് അയാളെ നിയമപരമായി പിടികൂടുന്നത്. അയാള് പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്ത കുറെ മരുന്നൊക്കെ കഴിച്ചിട്ട് ആൾക്കാരുടെ രോഗം മാറിയിട്ടുണ്ട്. ഈ മാറിയത് കൊണ്ട് ഇയാൾക്ക് ഫീസ് ഹലാലോ ഇസ്ലാമില്?
റിസൾട്ട് അല്ല, യോഗ്യതയില്ലാത്ത പണിക്ക് ഇരുന്നിട്ടാണ് മുമ്പര് പണം സമ്പാദിച്ചത്. ഇതിനെ ഫിഖഹിന്റെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ വായിക്കുമ്പോ ആത്മീയ ഗ്രന്ഥത്തിൽ അതിനെ ആഡ് ചെയ്തിട്ട് ഒരു മസല പറയുന്നുണ്ട്. അത് ചിലപ്പോ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ലെങ്കിലും വഅലിന്റെ മജ്‌ലിസിൽ കേട്ടുപോകുന്നത് നല്ലതാ. ഒരാൾ നമ്മള് നല്ല ആളാന്ന് വിചാരിച്ചിട്ട് ഒരു 2000 രൂപ തന്ന് ഒറിജിനലി നമ്മള് നല്ല ആളല്ല എങ്കിൽ ആ 2000ന്റെ അവസ്ഥ എന്ത് എന്നുള്ളതാണ് അതിൽ പറയുന്ന ഉത്തരം. നമ്മളൊക്കെ പേടിക്കണം. നമ്മളെ സമ്പാദ്യം ഏത് ഭാഗത്തിലൂടെയാണോ വരുന്നത് ആ ഭാഗം നമ്മൾ ക്ലിയർ ആണോ എന്നുള്ളത് ഉള്ളിന്റെ ഉള്ളിൽ ആലോചിക്കണം. അൽ ഫുസൂലുൽ അലമിയ എന്ന ഗ്രന്ഥത്തിൽ ഇമാമുനൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മളെ കുറിച്ച് നാട്ടുകാർക്ക് തോന്നുന്നതിനേക്കാൾ നമ്മൾ സൂപ്പർ ആവുമ്പോഴാണ് നമ്മൾ മുത്തഖിയാവുക, അല്ലെങ്കിൽ ഫാസിക്കായി പോകും. നമ്മളെ കുറിച്ചൊക്കെ നമ്മളെ മക്കള് വിചാരിക്കണത് ഉപ്പേല എന്താ ജീവിതം അല്ലേ, ഉപ്പേല എത്ര ഇബാദത്ത് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമ്മളെ മികവിലേക്ക് നീങ്ങണം. ശരിക്കും നമ്മുടെ ഉള്ളറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു നമ്മളെ ഉപ്പാന്ന് തന്നെ വിളിക്കോ എന്നൊരാശങ്കയാണെങ്കിൽ നമ്മൾ ഫാസിക്കായി പോവോ എന്ന് പേടിക്കണം എന്നാ ഹദ്ദാദ് ഇമാമിന്റെ ഭാഷയുടെ അർത്ഥം. അതതിന്റെ അർത്ഥം, അതതിന്റെ ഒരു താല്പര്യം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞു, മൂപ്പര് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന ആളാണ്. ഇത് കേട്ട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരോ പറയണത് അപ്പുറത്ത് പോയിട്ട് കരയാ, ഞാൻ നാട്ടുകാര് പറയണ പോലെ രാത്രി മുഴുവൻ നിസ്കരിക്കാറൊന്നും ഇല്ലല്ലോ, പകല് ഇബാദത്തുണ്ട് രാത്രി ഇബാദത്തുണ്ട് എന്നുള്ള ശരി, രാത്രി കുറച്ച് ഉറങ്ങാറുണ്ടല്ലോ. നാട്ടുകാര് പറയണത് ശരിയാവണല്ലോ അല്ലെ, മിനിമം അല്ലേ. അപ്പം പിന്നെ രാത്രി ഉറക്ക് വേണ്ടാന്ന് തീരുമാനിച്ച ആളാ. 40 കൊല്ലം ഇശായിന്റെ വുളുകൊണ്ട് സുബഹിസ്കരിച്ച ആളാ. തബ്ഈലു സ്വഹീഫ ഫീ മനാഖിബി അബീ ഹനീഫ എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട് ഇമാം സുയൂത്തി റഹിമഹുള്ളക്ക്. അതിലുണ്ട് ഈ ചരിത്രം. നമ്മളെ പണം ഹലാലായിരിക്കണം, നമ്മള് വസൂലാക്കുന്ന പണം ഹലാലാവണം. എന്നിട്ട് കുട്ടികൾക്ക് ആ പണം കൊണ്ട് ഭക്ഷണം കൊടുക്കണം. അപ്പോഴാണ് മക്കള് നന്നാവുക. 2 ഇനിയുള്ള 3 കാര്യങ്ങൾ വേഗം പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ, വളരെ വേഗത്തിൽ പറയാം. മൂന്നാമത്തെ, കുട്ടികൾക്ക് നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികൾക്ക് നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാ സ്ഥലത്തും പാലിക്കേണ്ട മര്യാദകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഉപ്പയും ഉമ്മയും മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം മിൻ അദബിൻ ഹസൻ, ഏറ്റവും നല്ല സമ്മാനം സ്മാർട്ട് ഫോണല്ല, ടാബല്ല, വൈഫൈ വീട്ടിലാക്കി കൊടുക്കലും അല്ല, പുതിയ ബൈക്കല്ല. ഏതാണ് ഏറ്റവും നല്ല സമ്മാനം? ഏറ്റവും നല്ല സമ്മാനം വേറൊന്നുമല്ല, മിൻ അദബിൻ ഹസൻ, മാനേഴ്സ് പഠിപ്പിച്ചു കൊടുക്കല. ടോയ്ലറ്റ് പോകുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, ഉറങ്ങുമ്പോ, ഒരു സദസ്സിലിരിക്കുമ്പോ, മജ്‌ലിസിലിരിക്കുമ്പോ, ഡ്രസ്സ് ധരിക്കുമ്പോ, വീട്ടിൽ കയറുമ്പോ, ഇറങ്ങുമ്പോ, ഇങ്ങനെ അദബുണ്ട്. മിൻ അദബിൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ ഫത്താഹ് അബൂഖുദ്ദക്ക് ഒരു കിതാബിന്റെ ഉണ്ട്. അങ്ങനെ കുട്ടികൾക്ക് നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കും. അതിനൊക്കെ ഉപ്പാക്കൊക്കെ സമയം ഉണ്ടാകണം. എല്ലാം ഉമ്മാക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന പരിപാടി ഉപ്പമാര് നിർത്തണമെന്ന് ഷെഹ്റാൻ ഇമാം റഹിമഹുല്ലാഹ് ലവാഖിയിൽ പറയുന്നുണ്ട്. ഭാര്യനോട് പറയും, ദാ ഫൗസിയ എല്ലാം ഏൽപ്പിച്ചനെ, ക്യാഷ് എന്തെങ്കിലും ജിപേ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാന്ന്. അയ്യടാ, ആ പരിപാടി ഒന്നും ഇസ്ലാമിൽ പറ്റൂല. ഉമ്മാനെ ഏൽപ്പിക്കൽ പരിപാടി. ഉപ്പയും ഉമ്മയാണ് ഓട്ടോറിക്ഷന്റെ ബേക്കിലത്തെ 2 ടയർ, മുമ്പിലത്തെ ടയർ മോന അല്ലെങ്കിൽ മോള. മുമ്പിലത്തെ ടയറിന് കാറ്റ് അടിപൊളിയായിട്ട് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, ബേക്കിലത്തെ 2 ടയറിൽ ഒന്നും പഞ്ചറാവരുത്, എന്നാലേ സ്മൂത്ത് ആയിട്ട് വണ്ടി പോവുള്ളൂ. ഇതേ ഇമാം ഷെഹ്റാനി റളിയല്ലാഹു അൻഹു എന്നെ പറയുന്നുണ്ട്, ചിലര് മദ്രസയിൽ ഉസ്താദിനെ ഏൽപ്പിക്കും, ഉസ്താദേ എന്റെ മോനാ നോക്കണേ, എന്ത് മോന്റെ നഖം, മോന്റെ മുടി, മോന്റെ പെയിന്റ്, ഇതെല്ലാം പാടെ ഉസ്താദ് നോക്കി. ഇയാളെന്താ നോക്കല്? ഇയാൾക്ക് എന്താ പണിയപ്പോ? അതും 3/4 മണിക്കൂറിന്റെ ഉള്ളിൽ നോക്കണം 32 പിള്ളേരുടെ. കാരണം 7:15 വന്നിട്ട് 8 മണിക്ക് പോണം ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ബസ്, 8:15. ഈ 3/4 മണിക്കൂറിന്റെ ഉള്ളിൽ ഇത് മുഴുവൻ നോക്കണമെങ്കിലേ ഈ ഉസ്താദ് അപാര കഴിവുള്ള ആളാണ്.
അങ്ങനെ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ട് ഗ്രൗണ്ടിന്ന് ഉസ്താദിന് വിട്ടുകൊടുത്തിട്ട് ഗാലറിയിൽ ഇരുന്നിട്ട് അഭിപ്രായം പറയുന്ന പരിപാടി ഒന്നും ഉപ്പാക്കും ഉമ്മാക്കും പറ്റൂല എന്നാ ഇമാമിങ്ങള് 100-600 കൊല്ലം മുമ്പ് കിതാബിൽ എഴുതി വെച്ചത്. കുട്ടികൾക്ക് നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കണം. പ്രധാനമായിട്ടും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട അദബ് ചെറിയ പ്രായം മുതലേ ഭക്ഷണത്തിന്റെ മര്യാദകളാണെന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്. അതിന് ഉപ്പയും ഉമ്മയും ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിക്കലും ഉമ്മ അല്ലെങ്കിൽ ഉപ്പ കുട്ടികളുടെ ചെറുപ്പത്തിൽ കൂടെ ഇരിക്കണം. ഒറ്റക്ക് കൊടുത്തിട്ട് കുട്ടികൾ ഭക്ഷണം ചെറുപ്പത്തിൽ തന്നെ ഒറ്റക്ക് കഴിപ്പിക്കുന്ന ശീലം ചില വീട്ടിലുണ്ടാവും. എന്നിട്ട് മുഖത്ത് കറി, പൊരിച്ചന്റെ കറ മറ്റു മുഖത്ത്, കവിൾത്തടത്തില്, ഡ്രസ്സില്, ഇങ്ങനെ ആവുന്ന ഒരു സ്വഭാവം കുട്ടികൾക്ക് വരാതിരിക്കാൻ ചെറുപ്പത്തിലെ ശ്രദ്ധിക്കണമെന്ന് ജാമിഉൽ അസ്ഹറിന്റെ പഴയകാല ഷെയ്ഖായിരുന്ന അല്ലാമ അംബാബിയുടെ റിയാദുത്തു സുബിയാൻ എന്ന കിതാബിൽ വായിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം. ഒന്നിച്ചിരിക്കണം. ഒന്നിച്ചിരിക്കല് ശരിക്കും സുന്നത്താണല്ലോ. ഒന്നിച്ചിരിക്കണം. സമ്മില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കുട്ടികളോട് ബിസ്മില്ല കുൽ മിമ്മ യലീക് അടുത്തുനിന്ന് തന്ന് ഒരു കുട്ടി ഓട്ടി വന്ന് ഹറിബറിയായി കൈ നീട്ടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചല്ലോ. ബിസ്മി അടുത്തുനിന്ന് കുൽ ബിയമീനി വലത് കൈ കൊണ്ട് തിന്ന്. ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതിനൊക്കെ ഉമ്മാക്ക് ഉപ്പാക്ക് സമയമുണ്ടാകണം. ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക, നമുക്ക് ഒറ്റൊരു മോന് മതി സ്വർഗത്തിലേക്ക് പോകണമെന്ന് ഉപ്പാക്കും ഉമ്മാക്കും അജണ്ട ഉണ്ടെങ്കിൽ 100 മക്കളൊന്നും വേണ്ട, ഒറ്റൊരു കുട്ടി മതി. ഈ കുട്ടി ടോയ്ലറ്റിൽ പോകുമ്പോൾ ഉള്ള ദിക്ർ, വരുമ്പോൾ ഉള്ള ദിക്ർ, പിന്നെ ബിസ്മി, ഹംദ്, ഉറങ്ങാൻ നേരത്തുള്ള മര്യാദ, ഇതെല്ലാം ചെറുപ്പത്തിൽ 4 വയസ്സ് 5 വയസ്സ് 6 വയസ്സ് കാലത്ത് പഠിപ്പിച്ചാല് ഒരു 10 വയസ്സാകുമ്പോഴേക്ക് ഏകദേശം ഇതൊക്കെ ശീലിച്ചു കിട്ടിയാല് ഈ കുട്ടീന്റെ 10-68 കൊല്ലം ഈ കുട്ടി കോടിക്കണക്കിന് തവണ ആ ദിക്ർ ഔറാദ് കൊണ്ടു നടക്കുന്നതിന്റെ കൂലി ഉമ്മാന്റെ ഖബറിലെത്തിയാല് ഉപ്പാന്റെ ഖബറിലെത്തിയാല് ആ ഖബർ മണ്ണറയാവുമോ മണിയറയാവുമോ? ഉറപ്പല്ലേ മണിയറയാവുമോ? ഒറ്റ മോൻ മതി ശരിക്ക് ജയിക്കാൻ. ഉപ്പാക്കുമ്മാക്ക് അജണ്ട ഉണ്ടെങ്കിൽ ഒരു മോൻ മതി ശരിക്കും പറഞ്ഞാൽ. അതിന് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള അദബെല്ലാം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. സദസ് എന്ന് പറഞ്ഞാല് ഗസ്റ്റ് ഒക്കെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോ ചില കുട്ടികൾക്കുള്ള ഒരു ദുസ്വഭാവം ഉണ്ട്. എന്തേ? കുറച്ച് ദൂരത്ത് പോയി ഇരുന്നിട്ട് ഈ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെയും ഭക്ഷണത്തെയും ഇങ്ങനെ നോക്കും. ആ സ്വഭാവം നിരുത്സാഹപ്പെടുത്തണം കുട്ടികളില്. ആ ഉസ്താദല്ലേ ഏതാ തീറ്റമോനെ കാടല്ല അങ്ങനെ തന്നെ ബലിക്കല്. ഈ കുട്ടി നമ്മൾ വിളിക്കണം, തമാശാക്കരുത്. അത് ചില വീട്ടിൽ പോയാൽ മനസ്സിലാവും ആ ഉപ്പാക്കുമ്മാക്ക് അന്തുണ്ടോ ഇല്ലയോ ഉണ്ടല്ലോ. ചില വീട്ടിൽ നമ്മളൊക്കെ നമ്മളെല്ലാരെയും കുറിച്ചാ പറയാം, പോയാൽ മനസ്സിലാവും. ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരുന്നാൽ ആ വീട്ടിലെ പിള്ളേരുടെ മെച്യൂരിറ്റി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും ഉപ്പാക്കുമ്മാക്കും ഉണ്ടാവും, അല്ലെങ്കിൽ തിരിച്ചു. ഉറപ്പ്. അത്തരം കുട്ടികൾ നമ്മൾ വിളിക്കാം, മോനെ അവിടെ പിന്നെ മൂത്താപ്പ ഇളയപ്പ എല്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ നീ ഇങ്ങനെ നോക്കിയിരിക്കില്ല, എന്താണ് മോശം സ്വഭാവം, നേരത്തെ കഴിച്ചില്ലേ? ആർത്തിയില്ലാത്ത രീതിയിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. മുന്തിയ ഇനം തന്നെ ഫുഡിലും ഡ്രസ്സിലും കുട്ടികളെ പഠിപ്പിക്കരുത്. പൊങ്ങച്ചത്തിന്റെ വർത്തമാനങ്ങൾ കുട്ടികളിൽ ഇല്ലാതിരിക്കണം. എന്റെ ഉപ്പ നാളെ ഖത്തർന്ന് വരുമ്പോ അങ്ങനെയല്ലോ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ മുട്ട പുഴുങ്ങിയ വായിലിട്ട ഡയലോഗൊക്കെ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ അടിച്ചൊതുക്കണം. എല്ലായിടത്തുനിന്നും വാങ്ങണമെന്ന് ചിന്തിക്കുന്ന സ്വഭാവം കുട്ടികളിൽ നിരുത്സാഹപ്പെടുത്തണം. ഇതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞതാണ്. എത്ര നൂറ്റാണ്ട് മുമ്പ് ഗസാലി ഇമാം റഹിമഹുല്ലാഹി എഴുതി വെച്ചതാ. എന്നിട്ട് നമ്മളിങ്ങനെ പാരന്റിങ്ങിന് അങ്ങോട്ടും ഇങ്ങോട്ടും പരതുക. ഏടെങ്കിലും പാരന്റിങ് ഉണ്ടോ നോക്കാൻ. ചിലര് പാരന്റിങ് ക്ലാസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഉപ്പിയും നമ്മളെ വളർത്തിയ ശരിയില്ല. ഇന്നത്തെ ക്ലാസ്സിലല്ല പങ്കെടുക്കേണ്ടത്. അസിലിനെ എതിർക്കുന്ന ഒരൊറ്റ ക്ലാസ്സിൽ നമ്മൾ പങ്കെടുക്കരുത്. നമ്മളാണ് വലുത് എന്ന് തോന്നുന്ന വൃത്തികെട്ട ധിക്കാരത്തിന്റെ എലമെന്റ്സുകളുള്ള ഒരു ക്ലാസ്സിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. ചിലരുടെ ക്ലാസ് കേട്ടാൽ കുറെ സൈക്കോളജിയുടെ ടിപ്സും വ്യാജ സൈക്കോളജിസ്റ്റ് ആയിട്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അവര് ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ മനസ്സിലായാല് നമ്മൾ ഉപ്പിയും നമ്മൾ വളർത്തിയ ശരിയില്ലല്ലേ. ഭയങ്കര അത്തരം വർത്തമാനങ്ങളിൽ നിന്നാണ് എന്ത് വരുന്നത്? എന്നെ ക്ലാസ് നിന്ന് പുറത്താക്കിയ ടീച്ചർമാർക്ക് അടക്കമുള്ള ടീച്ചർമാർക്ക് ഞാൻ ഇന്നലെ ക്ലാസ് എടുത്തിട്ടാ വരുന്നത്. എങ്ങനെയുണ്ട് ഈ വർത്താനം? എന്താ ഈ വർത്താനത്തിലൂടെ പുതിയ ജെൻസി ടീമിന് കിട്ടുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്താണ് ഈ വർത്താനത്തിന്റെ ഊക്ക്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ.
കുട്ടികൾ എപ്പോഴും തവാളുഇന്റെ കുട്ടികളാണ്. തറഫുഇന്റെ, തനഉമിന്റെ, ഫിൽ മത്വാഇമി വൽ മലാബിസി, ഫുഡിലും ഡ്രസ്സിലൊന്നും മുന്തി ഇനം മാത്രം കുട്ടികളെ പഠിപ്പിക്കരുത്. കുട്ടികളെ ഭക്ഷണമൊക്കെ ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം. ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം. നമ്മളെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഫ്രൈ ആക്കാന് ബീഫും ചിക്കനും മട്ടനൊക്കെ ഉണ്ട് തന്നെ കരുതുക, അല്ലെങ്കിൽ ഫിഷ് ഉണ്ട് എന്ന് വിചാരിക്കുക. എന്നാലും വലുതൊന്ന് പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ട്, അല്ലെങ്കിൽ 2 ലെഗ് പീസ് അവിടെ വെച്ചു കൊടുത്തിട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനോട്, അബ്ദുള്ള മോനോട് പറയണം, ഇക്കാക്ക് ഇപ്പൊ എത്തും, ഒന്ന് ഇക്കാക്കക്ക് വെക്കണേ. അതെന്തിന്? എനിക്കിത് ആഗ്രഹം ഉണ്ടായിരിക്കെ തന്നെ വേറൊരാൾക്ക് കൊടുക്കണമെന്ന പാരസ്പര്യബോധം ചെറുപ്പത്തിൽ തന്നെ കുട്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ്. അല്ലാതെ ഞാൻ പിന്നെ പിള്ളേർക്ക് ഒരു കഷ്ടപ്പാട് പഠിപ്പിച്ചിട്ടുള്ളൂ സാറേ, എല്ലാം വലുതേ വാങ്ങി കൊടുക്കാറുള്ളൂ. നിങ്ങൾ വിചാരിക്കണ്ടോ ഇത് നല്ലൊരു പാരന്റിന്റെ ഡയലോഗാണ്? അല്ല, ഇത് ശരിയല്ലാത്ത റൂട്ടാണ് ഇസ്ലാമിക തസവുഫില്. ഇത് ശരിയല്ല. ഇത് ആഗ്രഹം ഉണ്ടായിരിക്കത്തിന് ഇത് വേറൊരാൾക്ക് കൊടുക്കാനുള്ള ടോപ്പ് മനസ്സ്, പാരസ്പര്യബോധം, മനുഷ്യർക്കൊപ്പം നിൽക്കാനുള്ള ട്രെൻഡ്, അതാ കുട്ടിയൊക്കെ ചെറുപ്പത്തിലേ കൊടുക്കേണ്ടത്. അതല്ലേ യുദ്ധമുഖത്ത് ഷഹീദാവാനിരിക്കുന്ന സ്വഹാബിയുടെ വായിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വെള്ള ആഗ്രഹം വന്ന ഘട്ടത്തിലും ഈ ചെവിയിലൂടെ കേൾക്കുന്നുണ്ട്, അൽമാവ്, വേറെ ആരോ വെള്ളം ചോദിക്കുന്നുണ്ട്. ഇവിടെ എത്തിയ വെള്ളമാണ് വേണ്ടാന്ന് പറയണത്, വേണ്ടാന്ന്. ആ സ്വഹാബിക്ക് കൊടുത്തു. ആ സ്വഹാബി അപ്പുറത്ത് 3 ആളും ഷഹീദായി. വെള്ളം കൊണ്ടുപോയ സ്വഹാബിയുടെ കയ്യിൽ വെള്ളം ബാക്കിയായി. ഈ 3 ആളും സ്വർഗത്തിലേക്ക് പറന്നിട്ടുണ്ട്. ഇതെങ്ങനെ കിട്ടിയത്? ഗുരുവര്യരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാരസ്പര്യ ബോധ. അതാണ് ഇതാണ് നമ്മളെ മക്കൾക്ക് കൊടുക്കേണ്ടത്. ഒരു മിഠായി വലുത് വാങ്ങിയിട്ട് മോന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, അനുജത്തിക്കും അനുജനൊക്കെ കൊടുക്കണം കേട്ടോ. അങ്ങനെ പഠിപ്പിക്കണം. ഇടക്ക് ഇപ്പോഴും എല്ലാവർക്കും ഓരോന്ന് മിഠായി വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ഇടക്ക് അങ്ങനെയും പഠിപ്പിക്കണം. ഒരു 85 രൂപന്റെ കുറച്ച് വലിയ മിഠായി വാങ്ങിക്കൊടുത്തിട്ട് പറയാ, ഇതെല്ലാവർക്കും കൊടുക്കണം കേട്ടോ. കൊടുക്കൂലേ? എന്നിട്ട് നമ്മുടെ കണ്ണ് രണ്ടും ഈ ഭാഗത്താണെങ്കിലും ഒരു കണ്ണ് ഇപ്പം തൽക്കാലം അങ്ങോട്ടേക്ക് നോക്കണം. നിരീക്ഷണത്തിന്റെ കണ്ണ്. അതെന്ത് കണ്ണാ? എന്റെ മോന് എങ്ങനെയാ അത് പീസാക്കുന്നത്, എങ്ങനെയാണ് അത് വിതരണം ചെയ്യുന്നത് എന്ന് അറിയാനുള്ള ഒരു പാർട്ട് നമുക്ക് ഉണ്ടാവണം. അല്ലാതെ എന്തല്ല ഉപ്പനോട് മോൻ ചോദിച്ച് ഉപ്പല്ലേ ചോക്ലേറ്റ് വാങ്ങൂന്ന് പറഞ്ഞത്, വാങ്ങീന? ആ വാങ്ങീന്. വാങ്ങീന്. ആ ഉപ്പ എന്നത്താ അത് തരാ, ഇപ്പം തന്നാല് മോനെ എല്ലാരും കാണും, എല്ലാവർക്കും കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് മോനിക്ക് ഇപ്പൊ തരുന്നില്ല. ശരിക്കും നിങ്ങൾ ആ വർത്തമാനത്തിന്റെ ഷർഹ് ആലോചിച്ചോക്കെ. ഇപ്പം മോനിക്ക് എല്ലാവരുടെയും മുന്നിൽ നിന്ന് മിഠായി തന്നാല് എല്ലാവർക്കും കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് ആർക്കും കൊടുക്കാണ്ട് തിന്നാന് മോനിക്ക് റൂമെന്ന് തരാം. ഈ കുട്ടി എന്താ നമ്മളെ നിന്ന് പഠിച്ചത് വെറുതെ ആലോചിച്ചോക്കെ. അല്ലെങ്കിൽ ചില ഉപ്പമാര് ഇങ്ങോട്ടേക്ക് വാ, അടുത്തു വാ, ഇതാ കീശയിലിട്ടോ, എന്നിട്ട് മേലെ റൂമിൽ പോയിട്ട് തിന്നോ. ഈ കുട്ടി ഭാവിയിൽ എന്താ പഠിച്ചതെന്ന് വെച്ചാല് ഹുണ്ടിപ്പണം എങ്ങനെ കൈമാറാം എന്നുള്ള കോഴ്സ് പൂർത്തിയായി. ഇനി നേരെ അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം. ഇനി പ്രത്യേകിച്ച് എനിക്ക് കോഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. കുട്ടികൾക്ക് ഭക്ഷണത്തിന്റെ, ഡ്രസ്സിന്റെ, ഉറക്കിന്റെ, പകൽ ഉറക്കം കുട്ടികളിൽ നിരുത്സാഹപ്പെടുത്തണം. 2 മണിക്ക് ഉറങ്ങുന്ന ഇൻസ്റ്റാ കുട്ടികളോട് തിരുത്തി കൊടുക്കണം. നേരത്തെ ഉറങ്ങണം എല്ലാവരും. നമ്മളെ വീട്ടിൽ ഈ കമ്മ്യൂണിറ്റി ഇനി നാശത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു സ്വഭാവം കൂടി ഉണ്ടായാൽ മതി. എന്ത്? ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന സ്വഭാവം, പകൽ ഉറങ്ങുക. നമ്മളെ ജീവിതത്തിലെല്ലാം ഹിർക്കത്തുന്നല്ലേ, ജീവിതത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പകലിന്റെ ആദ്യ സമയത്തുള്ള ഉറക്കം. സുബഹ് ഖളാക്കിയിട്ട് ലോകത്ത് എന്ത് ദീനീ പ്രവർത്തനം നടത്തിയിട്ട് എന്ത് കാര്യമുള്ളത്? സുബഹ് ഖളാക്കുന്ന ഒരു ജീവിതത്തിന് എന്ത് ബർക്കത്ത് ഉണ്ടാവൂല്? അതല്ലേ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്റെ മുഖ്തസറുൽ ഇലാഹിൽ പറഞ്ഞത്, ലൗ ഹജ്ജത അൽഫ ഹിജ്ജത്തിൻ, നീ 1000 ഹജ്ജ് ചെയ്തു എന്ന് വിചാരിക്കാം. 1000 ഹജ്ജ് ചെയ്തു, ഒരു ദിവസം നിസ്കാരം ഖളാക്കി, വാൻ തഖാസിർ, നീ പരാജിതനാണ്. നേരത്തെ ഉറങ്ങണം കുട്ടികൾ.
എല്ലാ ഇന്റർനെറ്റ് സൗകര്യവും ഏർപ്പെടുത്തി കൊടുക്കുക, എല്ലാ പ്രൈവറ്റ് റൂമിലും നെറ്റ് കിട്ടുക, എല്ലാ കുട്ടികൾക്കും സ്മാർട്ട് ഫോൺ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക. എന്നിട്ട് പിള്ളേർക്ക് വേണ്ടി ദ്വാരക്കുക എന്ന് പറയുന്നിടത്ത് ഒരു രസക്കുറവില്ലേ? ശരിക്ക് ഇല്ലേ? കുട്ടികളുടെ പഠനാവശ്യത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ മുഴുവനും സെൻട്രൽ ഹാള് പബ്ലിക് റൂമില് ആക്കുക, പ്രൈവറ്റ് റൂം ഒന്ന് മാറ്റുക. ലാപ്ടോപ്പും ടാബും ഉപയോഗിച്ചുകൊണ്ട് അസൈൻമെന്റ് പ്രൊജക്ടിന് കോണ്ടന്റ് എന്തെങ്കിലും കലക്ട് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരും കാണുന്ന സെൻട്രൽ ഹാളിന് ചെയ്തോട്ടെ, കമ്പ്യൂട്ടറൈസ്ഡ് ആയിക്കോട്ടെ സെൻട്രൽ ഹാള്. ദാറ്റ്സ് എനഫ്. കുട്ടികൾക്ക് അദബ് കൊടുക്കണം, ഉറക്കിന്റെ. അതിനൊന്നും ഉപ്പാക്കും ഉമ്മാക്കും സമയമില്ലെങ്കിൽ നമ്മളെ മക്കള് നന്നായി കിട്ടൂല. രണ്ട് കാര്യങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. നമ്മളെ മക്കള് നന്നാവാനുള്ള നാലാമത്തെ കാര്യം, അവർക്ക് ദീനിയായ വിജ്ഞാനങ്ങൾ നന്നായി ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവർക്ക് നല്ലോണം പഠിക്കണം. ഭൗതികമായിട്ടും കുട്ടികൾ പഠിക്കണം. നിങ്ങളുടെ തൊട്ടിപ്പുറത്താണ് എയർപോർട്ട് കിടക്കണം. പല ആൾക്കാരും എയർപോർട്ട് വഴി കടന്നു പോകുമ്പോ GCCയിലേക്ക് തന്നെ പറയണത്, വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിലേക്കല്ല. പോകുമ്പോ എന്താ ഉണ്ടാവല് കയ്യില് എന്ന് വെച്ചാല് ബിഫാമിന്റെ VDS, FAMD, MLT, ആയുർവേദിക് MBBSന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. നമ്മളെ നാട്ടിലുള്ള ചെറുപ്പക്കാര് അവിടെ പോകുമ്പോ എന്താ ഉണ്ടാവല്? ഉണ്ട, മണ്ട, കാജ, അച്ചാറ്. എയർപോർട്ട് കസ്റ്റംസ് ആറാറ്റം ലഗേജ് അധികമായിട്ട് പൊളിച്ചു നോക്കിയാൽ ചിലപ്പോ ഒരു ചോദിക്കാൻ സാധ്യത ഉണ്ട്, അവിടെ ബേക്കറി ആണോ ജോലി? എന്നിട്ട് ഭാര്യന്റെ ഉമ്മയും സ്വന്തം ഉമ്മയും വിളിച്ചു ചോദിക്കും, ബോർഡിംഗ് പാസ് കിട്ടി, ലഗേജ് 32 കിലോ ഉണ്ടായിന്, ഭാഗ്യത്തിന് കഴിച്ചില്ലാന്ന്. എങ്ങനെ കഴിച്ചിലാവാതിരിക്ക? എത്ര നേരെ ഞാൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എന്തിന്? ആ വലിയ ഡബ്ബ അച്ചാറ് വിടാനായി ചൊല്ലുന്നത്. ഞാരസലാത്തിന്റെ ഫലം മനസ്സിലായി നിങ്ങൾക്ക്? നമ്മൾ എത്ര കാലമായി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോരുക. ചില നാട്ടിലൊക്കെ പിള്ളേരോട് ചോദിച്ചാല് എന്താ ചെയ്യുന്നത്? ഞാൻ +2 കഴിഞ്ഞിട്ട് ഇങ്ങനെ നിക്കുന്നു. ഞാൻ ചോദിക്കല എങ്ങനെയാന്ന് ചോദിക്കല്. എങ്ങനെ നിൽക്കാന്? നമ്മുടെ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും വിശേഷിച്ച് മലബാർ ജില്ലകളിലും എത്ര മതസ്ഥാപനങ്ങളുണ്ട് നമ്മൾ ഉസ്താദ്മാര് കെട്ടിപ്പടുത്തത്. നമ്മള് പ്രവാസികൾ കൊടുത്ത സംഭാവനകൾക്ക് മുഴുവനും തെളിവായിട്ട് ഉസ്താദ്മാര് മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കി തന്നില്ലേ? ഇല്ലേ? ലോകത്ത് അറിയപ്പെട്ട മുഴുവൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നും റാങ്കുകൾ വരുമ്പോ വലിയ വലിയ ആലിമീങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങൾ കാണാറില്ലേ? നമ്മുടെ സ്ഥാപനങ്ങളുടെ ഈ പോസ്റ്ററുകളിൽ അഭിമാനപൂർവ്വം. ഒരാൾക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൗതിക മേഖലയിൽ മികച്ചു നിൽക്കണം എന്നുള്ളത് മതപഠനം എന്നുള്ളത് തടസ്സാണോ? അല്ലല്ലോ. എല്ലാ സംവിധാനങ്ങളും വരുന്നില്ലേ? ഇന്ത്യയിൽ തന്നെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് സ്കോളർഷിപ്പുകൾ പ്രഖ്യാപിച്ച കുറെ ഡിക്ലറേഷൻ കാണുമ്പോ നമ്മൾ കാണുന്നില്ലേ നമ്മളെ പരിസരത്തെ സ്ഥാപനങ്ങളുടെ ഈ പോസ്റ്ററുകൾ? അൽഹംദുലില്ലാ, ഉസ്താദുമാരുടെ അതിന് വലിയ നേതൃത്വം നൽകുന്ന ആളെന്നല്ലേ നമുക്ക് നാളെ സ്വലാത്ത് വാർഷികത്തിന് നേതൃത്വം നൽകുന്ന ബദർ സ്വാദാത്ത് തങ്ങളവറുകൾ. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്ത്, ദീർഘായുസ് നൽകുമാറാവട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മളെ മക്കൾക്ക് ദീനിയായ വിജ്ഞാനം നന്നായി കൊടുക്കണം. എന്റെ മോനെ കൊണ്ട് എനിക്ക് സ്വർഗാണ് കിട്ടേണ്ടത് നമ്മൾ ഉറപ്പിക്കണം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇമാം മുനാവിർ റളിയല്ലാഹു അൻഹു തന്റെ ഫൈലുൽ ഖദീറിൽ പറയുന്നുണ്ട്. എന്താ കാര്യം? മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കൽ വലിയ ഇബാദത്താണ്. ഇൽമിന്റെ അഹ്ലുകാർക്ക്, മുത്തഅല്ലിമീങ്ങൾക്ക് തകാഫുൽ ഏറ്റെടുക്കലൊക്കെ ഭയങ്കര ഇബാദത്താണ്. പക്ഷെ അതിന്റെയൊക്കെ എത്രയോ 10 മടങ്ങ് പ്രതിഫലാണ് സ്വന്തം മോനെ ആലിമാക്കല്. മിക്ക സ്ഥാപനത്തിന്റെയും ഭാരവാഹികൾ അല്ലെങ്കിൽ പ്രാസ്ഥാനിക നേതാക്കൾ നല്ലോണം സംഭാവന സ്ഥാപനങ്ങൾക്കൊക്കെ കൊടുക്കും. നല്ല കാര്യം തന്നെ, അതിലൊന്നും എതിരഭിപ്രായമേ ഇല്ല. പക്ഷെ സ്വന്തം മോനെ ആലിമാക്കൂല, എനക്കൂല. നിങ്ങള് നോക്കിയോ, നിങ്ങള് മൊത്തം ഗ്രാഫ് എടുത്ത് നോക്കിയേ, സ്വന്തം മോനെ ആലിമാക്കണ പരിപാടി ഇല്ല. അത് സംഭാവന തരാം, അത് തെറ്റാണെന്നോ അതിലെന്തോ ശരിക്കേടുണ്ടോന്നോ അല്ല എന്റെ വർത്തമാനത്തിന്റെ താല്പര്യം. പക്ഷെ സ്വന്തം മോനെ ആലിമാക്കുന്ന മഹത്വമൊന്നും ബാക്കിയുള്ള ആർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും കൂലിയൊന്നുമില്ല. ഭക്ഷണം കൊടുക്കുന്നതിന് പ്രതിഫലം ഉണ്ട്, ശരിയാണ്. പക്ഷെ സ്വന്തം മോനെ ആലിമാക്കുക, മകളെ ആലിമത്താക്കുക, അതല്ലേ വലിയ പ്രതിഫലം. എന്താ കാരണം? നമ്മൾ വേറൊരാൾക്ക് ഭക്ഷണം കൊടുത്താല് ആ ഭക്ഷണം കൊടുത്ത ഇത്വാമിന്റെ സ്വതക്കയുടെ പ്രതിഫലം കിട്ടും, ഷുവർ. ആ ഭക്ഷണത്തിന്റെ ശക്തിയിൽ അയാൾ ഇബാദത്ത് ചെയ്യുന്ന
ഡെയിലിന്റെ കൂലിയൊക്കെ നമുക്ക് കിട്ടും, ഷുവർ, ശരിയാണ്. അതൊക്കെ ഒരു കാലത്ത് തീർന്നു പോയേക്കാം അല്ലേ? ഒരു മോനെ ആലിമാക്കിയാലുള്ള മെച്ചങ്ങളെ ആലോചിച്ച് നോക്കിയ. നമ്മളൊരു മോനെ മർക്കസു സഖാഫത്തി സുന്നിയയിൽ പഠിച്ച് സഖാഫി ബിരുദം എടുത്ത് പുറത്തിറങ്ങുമ്പോ ചുരുങ്ങിയത് ഒരു 9 കൊല്ലം അവന്റെ ജീവിതത്തില് കിതാബിലൂടെയുള്ള സഞ്ചാരം ഉണ്ടാവും. എല്ലാ ദിവസവും അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്ര ദിനരാത്രങ്ങൾ ആ കുട്ടീന്റെ ജീവിതത്തിൽ ഉണ്ടാവും. അനബിന് മസ്ഊദിൻ റളിയല്ലാഹു അൻഹു, അൻ അബീ ദുജാനത റളിയല്ലാഹു അൻഹു, അൻ ആയിഷത റളിയല്ലാഹു അൻഹാ, അൻ അബീ ഉമാമത റളിയല്ലാഹു അൻഹു. ബുഖാരി, മുസ്ലിം, തിർമുദി, നസായി, ഇബ്നു മാജ, തബ്റാനി, താറഖൂത്തിനെ ഏത് ഹദീസിന്റെ കിതാബിലും ഇങ്ങനെ സ്വഹാബിമാര് ഇബ്നു ഹജർ റഹിമഹുല്ലാ, ഇമാം നവവി റഹിമഹുല്ലാ, ഇമാം റംലി റഹിമഹുല്ലാ ഇങ്ങനെ പറയുമ്പോ ഈ കുട്ടി ഇങ്ങനെ ദ്വാരന്നുകൊണ്ടിരിക്കണ ദുആ എന്താണ്? അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു എന്ന് ദ്വാരക്കുമ്പോ എന്താണ് ഈ ദുആന്റെ അർത്ഥം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അള്ളാന്റെ ഇഷ്ടം കിട്ടട്ടെ അല്ലെ? റളിയല്ലാഹു അൻഹുവിന്റെ താല്പര്യം അള്ളാന്റെ ഇഷ്ടം കിട്ടട്ടെ എന്നാണ് അതിന്റെ വൽഹാസിൽ താല്പര്യം. ഇത് ആർക്കുള്ള ദുആണ് ഇയാൾ നടത്തുന്നത്? ഈ മുത്തല്ലിമായ മോന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്. ഒരാൾക്ക് ബിളഹിരിൽ ഗൈബി അവരുടെ അഭാവത്തിൽ അസാന്നിധ്യത്തിൽ ദ്വാരന്നാല് മലക്കള് ചടപട വന്നിട്ട് ഇയാൾക്ക് വേണ്ടിട്ട് ദ്വാരക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ദ്വാരുന്ന മോനല്ലേ? മോനക്കും അള്ളാന്റെ ഇഷ്ടം കിട്ടട്ടെ. അപ്പൊ ഈ മോനക്ക് അള്ളാന്റെ ഇഷ്ടം കിട്ടും അല്ലെ? ഒരു മോന് സഖാഫിയാവുന്ന ആ കാലം എത്രയും എത്രായിരം സ്വഹാബിമാരുടെ പേരിൽ റളിയല്ലാഹു അൻഹു, ഇമാമിങ്ങളുടെ പേരിൽ റളിയല്ലാഹു അൻഹു ദിവസക്കണക്കിന് ചൊല്ലു ആ കുട്ടി. അപ്പൊ ഈ മോന് സ്വാലിയാവും. മോന് സ്വാലിയായാലോ ഇന്നല്ലാഹ ല യഹ്ഫളു ബിർറജുലി സ്വാലിഹി വലദഹു വ വലദ വലദിഹി വൽ ഖറിയത്തല്ലതി ഹുവ ഫീഹാന. ഒരാള് സ്വാലിയായാൽ അവരുടെ മക്കളൊക്കെ നന്നാവും. അപ്പൊ ഇയാളുടെ അടുത്തൊരു തലമുറ നന്നായി കിട്ടും. നമ്മളെ മോനും നമ്മളെ മോന്റെ മോനും സ്വാലിയായി കിട്ടിയാലുള്ള മെച്ചം എന്താ? അതൊക്കെ ബി സ്വലാഹിൽ അബിനായി മക്കള് സ്വാലിഹീങ്ങളായാൽ അതിന്റെ ഉപകാരം സ്വന്തം ഉപ്പമാർക്കും കിട്ടും. അതെങ്ങനെ? വകാന അബൂഹുമാ സ്വാലിഹാ. ഈ ആയത്തിന്റെ തഫ്സീർ നോക്ക്. ഉപ്പ നന്നായാൽ മക്കൾക്ക് അതിന്റെ ഉപകാരം ഉണ്ടാവും, മക്കളെ നന്നായാൽ ഉപ്പാക്കും അതിന്റെ ഉപകാരം ഉണ്ടാവും. അതിന് ഞാൻ ലളിതമായൊരു ഉദാഹരണം പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുടെ പേര്, ആ പേരും അവരുടെ ഉപ്പാന്റെ പേരും റൗളയിൽ വെളിവാക്കും. ഉദാഹരണത്തിന് അബ്ദുള്ള എന്ന പേരുള്ള ഒരു മോനെ സ്വലാത്ത് ചൊല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ. അപ്പൊ മലക്കൾ എന്താ റൗളയിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക? യുസല്ലി അലൈക, നബിയെ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു ആര്? ഫുലാനു ബിനു ഫുലാൻ, ഇന്നാലിന്നാളുടെ മകൻ ഇന്നാലിന്നയാൾ സ്വലാത്ത് ചൊല്ലുന്നു. അഥവാ യുസല്ലി അലൈക അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ ഖാദർ, അബ്ദുൽ ഖാദർ ഹാജിയുടെ മകൻ അബ്ദുള്ള തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. അപ്പോ മോന് സ്വലാത്ത് ചൊല്ലുമ്പോ ഫ്രീ ആയിട്ട് ഉപ്പാക്ക് റൗളയിലേക്ക് പ്രവേശനം കിട്ടി. എല്ലാ ദിവസവും യുസല്ലി അലൈക അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ ഖാദർ, യുസല്ലി അലൈക ഫാത്തിമ ബിൻത് അബ്ദുൽ ഖാദർ. എല്ലാ ദിവസവും ഉപ്പാന്റെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ പതിയും. വമൻ ദഖലഹു കാന ആമിന, റസൂലുള്ളാഹിന്റെ ഖൽബിൽ ഒരാളുടെ പേര് പതിഞ്ഞാൽ കാന ആമിന, പിന്നെ അയാൾക്ക് ആഖിറത്തിൽ പേടിക്കണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു മോന് ഒരു അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ പേര് പറഞ്ഞാൽ മാത്രമുള്ള പവറേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. സനൂസി ഇമാം റഹിമഹുല്ലയുടെ ഉപ്പ വഫാത്തായപ്പോ ഒരാള് സ്വപ്നത്തിൽ കണ്ടിട്ട് ചോദിച്ചു, എന്തുണ്ട് സ്വർഗത്തിലെ അവസ്ഥ? ഹൈ ലെവൽ പോസ്റ്റല്ലേ എനിക്ക് കിട്ടിയത്. എന്തേ കാരണം? എന്റെ മോന് എന്തെല്ലാം വലിയ വലിയ ആലോചന നടത്തുന്നത്. നമ്മളെ മോന് ഒരു മുദരിസായാല് തുഹഫയും നിഹായും അസ്നൽ മത്താലിബും മുഗ്നിൽ മുഹ്താജും കൻദുർ റാഗിബീനും ഫതുൽ മൊയ്നും ഇയാനത്തിലെയും വരികളുടെ വരികളും നിർദ്ധാരണം ചെയ്ത് മസലകൾ പറഞ്ഞു കൊടുക്കുമ്പോ ഒരു കുട്ടിയുടെ ചോദ്യത്തിന്റെ ഉത്തരം അലി ശിബ്ര മല്ലിസിയുടെ കിതാബെന്നോ അല്ലെങ്കിൽ ഇമാം റഷീദി തങ്ങളുടെ വ്യാഖ്യാനത്തെന്നോ ബുജൈരിമിയോ ബാജൂരിയോ ഉദ്ധരിച്ചു പറയുമ്പോ ആ കുട്ടീന്റെ തലച്ചോറിന് മികവെന്തായിരിക്കും? ഈ ഉമ്മാക്കത്ര പവർ ഉണ്ടാവും. അതിന് വലിയ ആലോചന നടത്തുന്ന മോനെ നമുക്ക് വേണ്ടേ? വേണം. 6ാം ക്ലാസ് നിന്ന് മദ്രസ ഒഴിവാക്കാൻ ഒരു ഉമ്മാക്ക് വരുന്ന ധൈര്യം സമ്മതിക്കണ്ടല്ലേ? എങ്ങനെ ഒരു ഉമ്മാക്ക് ധൈര്യം വരുന്നത്? നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കിയേ, ഒരു ഉമ്മാക്ക് എങ്ങനെ ധൈര്യം വരുന്നത്? അങ്ങനെ നമുക്ക് ധൈര്യം വരാൻ പറ്റുമോ? ഇല്ല.
ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഇപ്പോൾ അനുഭവിക്കുന്ന സുഖത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ ഉമ്മ അനുഭവിക്കുന്ന സുഖം എന്തൊരു വലിയ സുഖമായിരിക്കും. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ കോടിക്കണക്കിന് മനുഷ്യന്മാര് നിസ്കരിക്കുന്ന നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഒക്കെ അതിന്റെ പ്രതിഫലവും പ്രതിഫലനങ്ങളൊക്കെ ഈജിപ്തിലുള്ള ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഖബർ അനുഭവിക്കുമ്പോ ആ മോനെ കഷ്ടപ്പെട്ട് വളർത്തിയ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഉമ്മ അനുഭവിക്കുന്ന സുഖം ആലോചിച്ച് നോക്കിയേ. അക്കാലത്തെ മനുഷ്യരുടെ ഉമ്മമാർ ഉപ്പമാർ ആരെങ്കിലും ചിത്രത്തിലോ ചരിത്രത്തിലോ ഉണ്ടോ? ഷാഫി ഇമാമിന്റെ കാലത്ത് കുറെ ആന്ത്രോപോളജിസ്റ്റും സൈക്കോളജിസ്റ്റും പൊളിറ്റീഷ്യൻസും ഒക്കെ ഇല്ലേ? ഉണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഉമ്മ അനുഭവിക്കുന്ന സുഖം വേറെ ഏതെങ്കിലും ഒരു ഉമ്മാക്ക് കിട്ടോ? ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ മക്കള് ദീൻ പഠിക്കണം, നന്നായിട്ട് ഇൽമ് അനുഭവിക്കണം. ജാമിയത്തുൽ ഹിന്ദിന്റെ എത്ര സ്ഥാപനങ്ങൾ നമ്മളെ കേരളത്തിലുണ്ട്? 600-ലധികം മതസ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള കോഴ്സ് സെലക്ട് ചെയ്ത് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. നമ്മളെ മക്കളെ കൊണ്ട് അടിസ്ഥാനപരമായി നമ്മൾ താല്പര്യപ്പെടേണ്ടത് ആ മോനെ കൊണ്ട് സ്വർഗം കിട്ടണം എന്നുള്ളതാണ്. ഭൗതികമായ താല്പര്യം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, നമ്മളെ മക്കളെ കൊണ്ട് സ്വർഗം കിട്ടണം എന്ന് നമ്മൾ വിചാരിക്കണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് തിന്നാനും കുടിക്കാനൊക്കെ ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു. പ്രയാസം അനുഭവിക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഉമ്മ നെയ്ത്ത് ജോലി ചെയ്തിട്ടാണ് ഇമാം ഷാഫി റളിയല്ലാഹുവിനെ മുത്തഅല്ലിമാക്കണത്. എഴുതാനുള്ള പേന വാങ്ങാൻ വരെ പണം ഇല്ലാത്തൊരു ജീവിതം അനുഭവിച്ച ആളാ ഇമാം ഷാഫി റളിയല്ലാഹു. എഴുതാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കശാപ്പ് ശാലയിൽ പോയിട്ട് അറവ് മൃഗത്തിന്റെ എല്ലുകൾ എടുത്തു വന്ന് ആ എല്ലുകൾ കഴുകി വൃത്തിയാക്കി ആ എല്ലിന്റെ മേലെ ഇൽമ എഴുതി വെച്ച് ഒരു റൂം മുഴുവൻ എല്ല് നിറച്ചു വെച്ചിരുന്നു ആ കുഞ്ഞുമോനായ ഇമാം ഷാഫി റളിയല്ലാഹു. ആ മോനാണ് ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമ, ലോകം മുഴുവൻ ഇൽമിന്റെ വെളിച്ചം നിറച്ചു വന്ന മോനാക്കി മാറ്റിയത്. കണ്ടോ ആ മോന. ഇമാം ഷാഫി റളിയല്ലാഹു എഴുതാൻ കഴിയാത്തോണ്ട് ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ദർസിൽ ഇരിക്കുമ്പോ ഇടത്തെ കൈയിന്റെ പുറം ഭാഗത്ത് വലത്തെ കൈയിന്റെ വിരലോണ്ടൊക്കെ എഴുതി വെക്കും. എഴുതാൻ പേനയും പേപ്പറും വാങ്ങാൻ പണം വേണ്ടേ? ദർസിന്റെ പുറത്തിരുന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫീസിന് വക വേണ്ടേ? ഇങ്ങനെ എഴുതി വെക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ ആലിമാക്കണം എന്ന് ഉമ്മാന്റെ ഒരു തീരുമാനം. ഇമാം ഷാഫി തങ്ങളുടെ വളരെ കുഞ്ഞിളം പ്രായത്തിൽ തന്നെ ഉപ്പ മരിച്ചുപോയിരുന്നു. വനശഅ ഫീ ഹിജ്രി ഉമ്മിഹി യതീമൻ, ഉമ്മാന്റെ മടിത്തട്ടിൽ യതീമായി വളർന്ന മോനാ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. എനിക്ക് ആകെ ഈ മോനല്ലേ ഉള്ളൂ, ഈ മോന് ഏടെങ്കിലും പഠിക്കാൻ പോയാൽ തക്കാളി വാങ്ങിത്തരാൻ ആരുമില്ല എന്നുള്ള കുഞ്ഞാലോചന അല്ല ഉമ്മാന്റെ ചിന്തയിൽ ഉണ്ടായത്. ഈ മോനെ കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടണം എന്നാ വിചാരിച്ചേക്കണം. ആ മോന് പഠിച്ചു വളർന്ന് വലുതായി ആലിമായി ആൾക്കാരോ 100 ദിർഹം അങ്ങോട്ട് കയ്യിൽ ഹദിയായിട്ട് കൊടുത്ത് അതുമായിട്ട് വീട്ടിൽ വരുമ്പോ ഈ ഉമ്മ ഉണ്ടല്ലോ, ബുദ്ധിമതിയായ ഉമ്മ വീട്ടിന്റെ പുറത്തേക്ക് നോക്കിയിട്ട് മോന്റെ കയ്യിലുള്ള പണം കണ്ടിട്ട് പറയുന്നുണ്ട്, അയ്യയ്യേ, അതൊന്നും ഇല്ലാതെയല്ലേ എന്റെ മോനെ ഇത്രമേൽ വളർത്തി വലുതാക്കിയത്, അതെന്തിനാ ഇങ്ങോട്ടേക്ക് മുസീബത്ത് പണവും കൊണ്ടുവരുന്നത്, അതാർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് വാ മോനെ. ആ മോന്റെ ഉമ്മ ഇന്ന് അനുഭവിക്കുന്ന സുഖത്രയിരിക്കും. നമ്മളെ മോനെ കൊണ്ട് നമ്മൾ അനുഭവിക്കണ്ടേ? 6 മക്കളുണ്ട്. ഒരാള് BDS, വേറൊരാള് ഫാംഡി, ഒരുത്തൻ CMA, ഒരുത്തൻ MBBS, ഒരുത്തൻ വേറെ 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 കോഴ്സുകൾ. ഒരൊറ്റെണ്ണത്തിന് തജ്വീദ് അറിയില്ല, ഇഖ്ലാബ്, ഇദ്ഗാം, ഇഖ്ഫാ, ഇദ്ഗാമും ബിലാഗുന്ന. എന്നിട്ട് ഖത്തീബ് ഉസ്താദ് നമുക്ക് ഇമാമത്ത് ഒന്നും മയ്യത്തസ്കാരത്തിന് തീർന്ന്. ഖത്തീബ് എല്ലാ ദിവസവും നമുക്ക് ഫാത്തിഹ ഓതാൻ ഉണ്ടാവോ? പറയ്, നമുക്കുണ്ടാവോ? നമ്മളെ മക്കളെന്നെ നമ്മളെ ഖബറിന്റെ പരിസരത്ത് വരണ്ടേ? അതിന് സമ്പാദിക്കണ്ടേ? നമ്മളെ മക്കളെ ആഖിറം സമ്പാദിക്കണ്ടേ? അല്ലിമു ഔലാദക്കും അസ്സുന്നത വൽ ജമാഅ എന്നല്ലേ? മക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ മക്കളാക്കണ്ടേ? അതന്നല്ലേ നമ്മൾ വളർത്തേണ്ടത്? മദ്രസയിൽ 6ാം ക്ലാസ് വരെ പഠിച്ച് പിന്നെ ഡിഗ്രിയും PGയും കഴിഞ്ഞ പിള്ളേരല്ലേ ഖത്തറിലേക്ക് പോകുമ്പോ ചെല്ലിയ ബദർ മൗലിദ് തിരിച്ചു വരുമ്പോ ഷിർക്കാണ് എന്നുള്ള വാദമായിട്ട് വരുന്നത്. ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജിബ്രീലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ 4 കരാറിൽ ഒപ്പിട്ടു. ബദർ, മങ്കൂസ്, ഷറഫുലനാം, ബുർദ ഷിർക്കാകുന്നു. അപ്പൊ ഹോർമൂസ് കടലെടുക്ക് ഇനി തുറക്കാം. അടിപൊളി. എന്തുകൊണ്ടാ പിള്ളേര് ഈ ദുരവസ്ഥയിലേക്ക് പോരുന്നത്?
എന്തുകൊണ്ടാ പോരുന്നത്? വേറൊന്നുമല്ല അതിന്റെ കാരണം, ഒറ്റ കാരണേ ഉള്ളൂ, നമ്മളെ മക്കൾക്ക് ദീൻ കൊടുക്കുന്നില്ല. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്ന ആയത്തിന്റെ ഒരു വിശദീകരണം തന്നെ അല്ലിമു ഔലാദകും അസ്സുന്നത വൽ ജമാഅ. മക്കളെ സുന്നിയാക്കണം. കുട്ടികളെ സംഘടനാ പ്രവർത്തനത്തിലൊക്കെ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് സ്മൈലിന്റെ, സ്മാർട്ട് കോറിന്റെ, SSFന്റെ ആ കൂട്ടുകാരെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. യൂണിറ്റില് കുട്ടികൾക്ക് നടത്തുന്ന പദ്ധതികളിലൊക്കെ അവരെ ഇടപെടിപ്പിക്കണം. വെറും ഭൗതിക തലത്തിൽ മാത്രം മക്കളെ വളർത്തിയാല് നമുക്ക് അവരെ കൊണ്ട് കിട്ടേണ്ട കാലത്തൊന്നും കിട്ടാതാവുന്നു മാത്രമല്ല, നഷ്ടം സംഭവിച്ച് യബില്ലഹുൽ ഖബ്നു ഫീ ബൈഇൻ വ ഫീ സലമി, നടത്തിയ 65 കൊല്ലത്തെ കച്ചവടം നഷ്ടാവും. നമ്മളെ ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ലാസ്റ്റത്തെ പോയിന്റ് ഇങ്ങനെ പറഞ്ഞ് നിർത്താനാ വിചാരിക്കണം. 5, നമ്മളെ മക്കൾക്ക് നല്ലോണം കഥ പറഞ്ഞു കൊടുക്കണം. നല്ലോണം കഥ പറഞ്ഞു കൊടുക്കണം. നല്ല കഥ പറയണം. ഇവിടെ കിസ്സപ്പാട്ടാ നടക്കാൻ പോണത്. അപ്പൊ ഇവിടെ കഥ എന്തായാലും കേൾക്കാൻ പോകുന്നുണ്ട്. മനോഹരമായി നമ്മൾ കഥകൾ കേൾക്കണം. കുഞ്ഞിളം പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കഥ കേൾപ്പിക്കണം. പാട്ടായും സംസാരമായും ഗദ്യമായും പദ്യമായിട്ടും ഈ കഥകൾക്ക് ഭയങ്കര സ്വാധീനമുണ്ട് കുട്ടികൾ നന്നാവുന്നിടത്ത്. ഗസാലി ഇമാം റഹിമഹുല്ലാഹി ഇഹ്യാ ഉലൂമുദ്ദീൻ അത് പറയുന്നുണ്ട്. IPBയുടെ തേൻതുള്ളിയുടെ പുസ്തകങ്ങളൊക്കെ കുട്ടികൾക്കൊന്ന് വാങ്ങിക്കൊടുത്ത് ആ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുകയോ ഉമ്മ അത് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്താൽ വളരെ വലിയ ഉപകാരം ഉണ്ടാവും. ഫാറൂഖ് നഈമിന്റെ തൊയ്ബ സെന്ററും പുറത്തിറക്കിയിട്ടുണ്ട് കുറെ നബി കഥകൾ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റിയതും മലയാളം വായിച്ചു തുടങ്ങുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലുള്ള പുസ്തകങ്ങളൊക്കെ ഇഷ്ടംപോലെ സുന്നത്തുൽ പ്രസിദ്ധീകരണങ്ങളായിട്ട് നമുക്ക് ലഭ്യമാണത്. കുട്ടികൾക്ക് ഈ സ്വാലിഹീങ്ങളുടെ കഥ പറഞ്ഞു കൊടുത്താനുള്ള മെച്ചം ഗസാലി ഇമാം റഹിമഹുല്ലാഹ് തന്നെ ഇഹ്യയിൽ പറയുന്നുണ്ട്. ലിയൻഅരിസ ഫീഹി ഹുബ്ബ സ്വാലിഹീൻ, അവരെ മനസ്സിൽ സ്വാലിഹീങ്ങളോടുള്ള ഇഷ്ടം ചെറുപ്പത്തിലേ അങ്ങ് ഉറക്കും. മുഹിയുദ്ദീൻ ശൈഖിനെ അറിയോ മോനിക്ക്? നഫീസത്ത് മാല, ബില്ലി നഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേന്ന് തുടങ്ങുമ്പോ നഫീസത്ത് ബീവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഭയങ്കര ഫലമായിരിക്കും. വേറെ എന്ത് ടോക്കിനേക്കാളും ഫലം കൂടും എത്ര സ്വാലിഹീങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുത്താല്. സ്വാലിഹീങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുത്താല്. എന്റെ നാട്ടിന്റെ അടുത്തുള്ള ഒരു അനുഭവം 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു ഞാൻ നിർത്താം. എന്റെ നാട്ടിന്റെ അടുത്ത് ഒരു കൂട്ടുകാരൻ, അയാള് കല്യാണം കഴിച്ച വീട്ടിൽ അഥവാ ഭാര്യ വീട്ടില് ഒരു ടാബ് വീണ് പൊട്ടിയത്രേ. ടാബ് ഉണ്ടല്ലോ, വീണ് പൊട്ടി, എന്റെ ഡിസ്പ്ലേ പൊട്ടി. അപ്പൊ എന്റെ ഭാര്യന്റെ ഉമ്മ എന്റെ ഭാര്യന്റെ അനുജനോടും അനുജത്തിനോടും ചോദിച്ചത്രേ, ആരാ പൊട്ടിച്ചത്, സത്യം പറയണോ? അവര് പറഞ്ഞു നമ്മളല്ല, ഗെയിം കളിക്കാൻ തരാത്തോണ്ട് പൊട്ടിച്ചതായിരിക്കും, സത്യം പറഞ്ഞോളൂ. ഒന്നും ചെയ്യൂല, പറയൂ. അല്ല നമ്മളല്ല. ഷുവർ നമ്മളെ. പിന്നെ ആരാ ഇത് പൊട്ടിക്കേണ്ടത്? പിന്നെ ആകെ ഒരു സാധ്യത എന്നോട് ഈ കഥ പറയുന്ന സുഹൃത്തിന്റെ മോനാണ്. അതെന്തായാലും പൊട്ടിക്കൂല, കാരണം ചെറിയ മോനാണ്, LKGയിൽ പഠിക്കുന്ന കുട്ടിയാണ്. തട്ടിന്റെ മേലെ വെച്ചിരിക്കുന്ന ടാബ് ഇവന്റെ കയ്യിൽ എത്തുന്ന ഡിസ്റ്റൻസ് അല്ല, കുറച്ച് ഉയരത്തിലാണ്. മോനല്ലല്ലോ, ഞാൻ തന്നെ. ഉമ്മാമ ഞാൻ എന്നെ പൊട്ടിച്ചു. നീയോ? നീ എങ്ങനെ പൊട്ടിച്ചത്? അത് ബോളും ബാറ്റും ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് സ്റ്റൂള് വെച്ചിട്ട് കേറിയപ്പോ എന്റെ കൈ തട്ടിയിട്ട് ടാബ് വീണ് പൊട്ടിയതാണ്. അമ്പടാ. എന്നിട്ട് പിന്നെ വെറുതെ ബാക്കിയുള്ള ആളെ പറയുന്നു. നീ എന്താ അങ്ങനെ തുറന്നു പറയാനുള്ള കാരണം? സത്യം പറയാനുള്ള കാരണം എന്താ? സത്യം പറയാനുള്ള കാരണം ഉമ്മാമല്ലേ മിന്നാന്ന് പറഞ്ഞ ജീലാനി തങ്ങളൊന്നും ആരോട് കളവറയല്ല. യെസ്, മുഹിയുദ്ദീൻ മാലക്ക് ജീവനുള്ള വീട്ടില് സ്വാലിഹീങ്ങൾ ഇപ്പോഴും വളരും. വെറുതെ ജെൻസി, ഇൻസ്റ്റ, ആൽഫ ജനറേഷൻ മറ്റൊന്ന് കുറ്റപ്പെടുത്തണ്ട. നമുക്ക് മക്കളെ നന്നാക്കാൻ കഴിയാത്തതിന്റെ കുറെ ന്യായങ്ങൾ നമ്മൾ വെറുതെ നിരത്തരുത്. മക്കൾക്ക് സ്വാലിഹീങ്ങളുടെ കഥ പറഞ്ഞു കൊടുക്കണം. ഇശാ മഗ്‌രിബിനിടയിൽ മാലയും ബുർദയും മൗലിദുകളൊക്കെ തിരിച്ചു വരണം നമ്മുടെ വീട്ടില്. ഉറപ്പ്. അതിന് ഫലം അല്ലാഹു തരും. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു സ്വർഗം നൽകുമാറാവട്ടെ.
നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ധാരാളം സംഭാവനകൾ നൽകിയവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈർ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം എന്റെ ഉപ്പയുടെ ജ്യേഷ്ഠൻ മൂത്താപ്പ മരണപ്പെട്ടിരുന്നു. അള്ളാഹു അവരുടെ ഖബർ സ്വർഗപ്പൂന്തോപ്പാക്കട്ടെ. നടക്ക ദുആയിലുണ്ടാവണം. ഒരുപാട് ആൾക്കാർ അടുത്തിടെ ദിവസങ്ങളിൽ മരിച്ചു പോയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലുള്ള ഒരു സെക്ടർ ഭാരവാഹിയുടെ ഉമ്മ, മലപ്പുറം ഈസ്റ്റ് ജില്ലയാണല്ലോ ഇത്, ഇവിടെയുള്ള മലപ്പുറം ഡിവിഷനിലെ ഫിനാൻസ് സെക്രട്ടറി അദനി ഉസ്താദിന്റെ ഉപ്പ, അതുപോലെ ഒരു സെക്ടർ ഭാരവാഹി ഈ ജില്ലയിൽ തന്നെ മരണപ്പെട്ടിരുന്നു. അടുത്തിടെ നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് മരണപ്പെട്ട ഭാരവാഹികളുണ്ട്. എല്ലാവരുടെയും, പ്രത്യേകിച്ച് തലക്കടത്തൂർ ഉസ്താദ്, നമ്മുടെ ഫത്തുൽ മുഈൻ അബ്ദുള്ള ഉസ്താദിന്റെ ദർസിന് പോകുമ്പോൾ മരണപ്പെട്ടല്ലോ. അള്ളാഹുവെ, ആ ഡ്രൈവറായ മുത്തഅല്ലിം ചാവക്കാട് ഡിവിഷനിലെ മോനാണ്, അവരും മരണപ്പെട്ടു. എല്ലാവരുടെയും ഖബർ നീ സ്വർഗ്ഗ പൂന്തോപ്പാക്കണേ റഹ്മാനെ. നമ്മുടെ ഇസ്മായിൽ വിസിന്റെ വീടുള്ള അല്ലെ സഈദ്, ഇവിടെ ഓൺലൈനിലൊക്കെ ദാവ കാര്യങ്ങൾ ചെയ്യുന്ന മോനായിരുന്നു. ആ മോന് ഈയിടെ മരണപ്പെട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. അല്ലാഹുവേ, ഖബർ സ്വർഗ്ഗാക്കണേ റഹ്മാനെ. ഈ മജ്ലിസിന്റെ ബറക്കാത്ത് നമ്മൾ പറഞ്ഞ എല്ലാവരുടെയും ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി.